നമസ്തേ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ കേരള പോലീസിലെ സ്ഥിരം ഇടിയന്മാരുടെ പേര് വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. പിച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജറുടെയും മകൻ്റെയും കരണത്തടിച്ച സർക്കിൾ ഇൻസ്പെക്ടർ PV രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കോന്നി CI ആയിരിക്കെ SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിൻ്റെ കാൽവെള്ളി ചെവിയുടെ ഡയഫ്രവും അടിച്ചു പൊട്ടിക്കുകയും കണ്ണിലും ശരീരത്തും മുളക് സ്പ്രേ അടിക്കുകയും ചെയ്ത ഇപ്പോഴത്തെ ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദനത്തിന് കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ച മധു ബാബുവിനെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തരുതെന്ന് മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചിട്ടും നടപടിയായില്ല. നേമത്ത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സജീറിനെ അതിക്രൂരമായി മർദ്ദിച്ച SI സമ്പത്തിനെതിരെയും ഒരു നടപടിയുമില്ല. കാക്കിയിട്ട കാപാലികർക്കെതിരെ കുന്നംകുളത്തെ സുജിത്ത് തുടങ്ങിവെച്ച പോരാട്ടം പോലീസിൽ നിന്നും ദുരനുഭവങ്ങൾ നേരിട്ടവർക്ക് അത് തുറന്നു പറയാനുള്ള ഇന്ധനമായി മാറിയിരിക്കുന്നു. സേനയിലെ ക്രിമിനലുകളെ തുറന്നു കാട്ടേണ്ട ദൗത്യം ഞങ്ങളും ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ സംവാദം. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. പേ പിടിച്ചോ പോലീസിന്? BJP വക്താവ് പ്രിൻറ്റു മഹാദേവ്, തിരക്കഥാകത്ത് വിനു കിരിയത്ത്, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, പോലീസ് മർദ്ദനത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ബിലാൽ സമദ്, ഏറ്റുമാനൂർ പോലീസ് മൃഗീയമായി തല്ലിച്ചതച്ച അഭയുടെ അച്ഛൻ SK രാജീവ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം പ്രിൻറ്റുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. പ്രിൻറ്റു, ഈ തല്ലിപ്പൊളിക്കുന്ന പോലീസിനെ കുറിച്ചുള്ള, കേരള പോലീസിനെ കുറിച്ചുള്ള മോശം കഥകൾ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടവർ തുറന്ന് പറയാനായി അവർ വരികയാണ്. അതിന് തുടക്കം കുറിച്ചത് സുജിത്ത് തന്നെയാണ്. സുജിത്തിനെ അഭിനന്ദിച്ചേ മതിയാവൂ. കേരള പോലീസ് ക്രിമിനലുകളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണോ? നല്ല പോലീസുകാരുണ്ട്, മനുഷ്യത്വമുള്ള പോലീസുകാരുണ്ട്. അവരെ മാറ്റിവെച്ചാൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നു. അവർ നാട്ടുരാജാക്കന്മാരായി വാഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് മൂലമല്ലേ ഇത്, പ്രിൻറ്റു? തീർച്ചയായും ഈ ജനമൈത്രി പോലീസ് എന്നും നമ്മളിപ്പോഴും പറയുന്ന ദൃഢകൃത്യ മൃദുഭാവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലങ്കാരികമായിക്കൊണ്ട് ഈ കേരള പോലീസിന് വലിയൊരു ബഹുമതിയും വലിയ സ്നേഹത്തിന്റെ വക്താക്കളായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി ചില ഗിമിക്കുകളായിട്ട് ചില പരിപാടികളൊക്കെ ഈ പോലീസിന്റെ സ്നേഹം വെള്ളം കൊടുക്കുന്നു, അയ്യപ്പൻ ഭക്തന്മാർ ഏതെങ്കിലും കുട്ടി ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിയെ കൈപിടിച്ച് ഉയർത്തുന്നു, അങ്ങനെയുള്ള ചില സിനിമ സ്റ്റൈല് ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് പോലീസിനകത്ത് വലിയൊരു ജനകീയവൽക്കരിക്കാനുള്ള ശ്രമം ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിന് എല്ലാ പോലീസുകാരും ക്രിമിനലുകളാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ക്രിമിനൽ സംഘങ്ങൾ കേരള പോലീസിനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് കേരള പോലീസ് സംവിധാനം മാറിയിട്ടുണ്ട്. കേരള പോലീസിന്റെ ഈ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആ സംവിധാനത്തിനകത്ത് ഒരു 20% ആളുകളെങ്കിലും ക്രിമിനൽ വൽക്കരിതമായിട്ടുള്ള ആളുകളാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് 2016 ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി അധികാരത്തിന്റെ സമയത്ത് അദ്ദേഹം 2 കൂട്ടരെയാണ് പ്രത്യേകമായിട്ട് അന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തത്. ഒന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും. അന്ന് പിണറായി വിജയൻ പറഞ്ഞു, ഇവിടെയുള്ള ഈ പോലീസ് സംവിധാനത്തിലെ ക്രിമിനലുകളെ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല, അത് ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗീർവാണം മുഴക്കി. പിന്നീട് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇന്നത്തെ ഈ പറയുന്ന 2ാം മന്ത്രിസഭയായിക്കോട്ടെ അതിന് അവസാന ഘട്ടം എത്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ വൽക്കരണം നടക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ പോലീസ് സംവിധാനത്തിലാണ്. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കുന്നംകുളത്ത് മാത്രം ഇന്നലെ തന്നെ നോക്കൂ, പീച്ചിയിലും മൂവാറ്റുപുഴയിലും കോഴിക്കോടും ഒക്കെ ഈ നിഷ്ഠൂരമായിട്ടുള്ള പീഡനങ്ങളുടെയും ക്രൂരതകളുടെയും കഥകളാണ് ഇപ്പൊ ജനം TV അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ട് 2023 നമ്മുടെ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇവിടെ ക്രിമിനൽ കേസുകളിൽപ്പെട്ട, അതായത് എല്ലാവിധ കുറ്റകൃത്യങ്ങളും, സാമ്പത്തിക ക്രമക്കേടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം, ബലാത്സംഗം, സ്ത്രീ പീഡനം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ച സമയത്ത് നിയമസഭയുടെ സബ്മിഷനകത്ത് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞത് 1046 പേരുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. IPS ഉദ്യോഗസ്ഥന്മാർ മുതൽ ഇങ്ങോട്ട് താഴോട്ട്. എന്നാൽ അവർക്ക് എത്ര പേർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ള ചോദ്യത്തിന് 16 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളൂ. 623 പേരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളൂ, പക്ഷെ ഇതുവരെ പിരിച്ചിട്ട് വിട്ടില്ല. അവിടെയാണ് ഈ പറയുന്ന ഈ പോലീസും ഗുണ്ടാ ഗ്യാങ്ങുകളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം. ഇവിടെ ഈ പോലീസിനെ ഇങ്ങനെ ക്രിമിനൽവൽക്കരിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംവിധാനം തന്നെയാണ്. അതും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ആഭ്യന്തരമന്ത്രി. ഇതിനകത്ത് പോലീസിന് അകത്തുണ്ടായിട്ടുള്ള എല്ലാ പിടിപ്പുകേടുകൾക്കും ഇത്രയും രീതിയിലുള്ള നിഷ്ഠൂരമായിട്ടുള്ള ക്രിമിനലുകളെ വളർത്തുന്നതിന് പിന്നിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പോലീസുകാരുടെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെയാണ് മുന്നിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കുറ്റവാളികളെ കണ്ടെത്താനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഇതുവരെ തയ്യാറാകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടപടിക്ക് പോവുകയാണെങ്കിൽ ഈ പോലീസ് അസോസിയേഷൻ ഇടപെടും. ആ പോലീസ് അസോസിയേഷന്റെ ഭൂരിപക്ഷം ആളുകൾ CPM നിയന്ത്രണത്തിലുള്ള സംഘടനയാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ പ്രഷർ വരും. അങ്ങനെ ഈ 25 വർഷം കൊണ്ട് കേരളത്തിൽ ഒരു ഗുണ്ടാ സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിട്ടുണ്ട്. അതിനെതിരെ എതിർക്കാനോ അതിനെതിരെ ഏതെങ്കിലും തിരിയിൽ പറയുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കും, തൃശൂർ ജില്ലയിൽ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദരണീയനായിട്ട് സുരേഷ് ഗോപി MP ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള ഒരു മാർച്ചിന്റെ ഒരു അനുരണ എന്ന രീതിയിൽ തുടർച്ചയായിട്ട് മറ്റൊരു മാർച്ച് ഉണ്ടാകുന്നു. അത് BJP നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് നടക്കുന്ന സമയത്ത് BJP ജില്ലാ പ്രസിഡന്റിനെ ആസൂത്രിതമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ അയക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചാനലുകളും ചർച്ചകളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മെഡുലോ ബ്ലാങ്കറ്റ് കൃത്യമായിട്ട് പിറകിൽ നിന്ന് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കു പറ്റുന്ന രീതിയിൽ വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ട് ഒരു ക്രിമിനലിനെ നിയോഗിക്കുകയാണ്. അത് ആരാണ് ചെയ്തതെന്ന് ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നില്ല. അങ്ങനെയുള്ള ആളെ സംരക്ഷിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ PG നടന്ന സംഭവം ആയിക്കോട്ടെ. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പോലീസിനകത്ത് ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുണ്ട്. അതിനകത്ത് അനധികൃത സ്വത്ത് സമാപനമായിക്കോട്ടെ, എല്ലാ വിധത്തിലുള്ള ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് കൃത്യമായിട്ട് പോലീസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയനുള്ളത്, CPM-നുള്ളത്. ഇപ്പൊ നോക്കൂ, ഓരോ സ്റ്റേഷനകത്തും കൃത്യമായി CPM-ന്റെ ഫ്രാക്ഷനാണ് നടക്കുന്നത്. ഇപ്പൊ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കേസുകളിലൊക്കെ CPM-ന്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് മാത്രമായിട്ടുള്ള ചില മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടാകാം. എന്നാൽ എതിർ കക്ഷിയിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനകത്ത് പോകുന്നതെങ്കിൽ വളരെ മൃഗീയമായി വളരെ ബ്രൂട്ടലിയാണ് ഇവർ നേരിടുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും പോലീസ് സംവിധാനത്തെ ക്രിമിനൽ വൽക്കരിച്ചു കഴിഞ്ഞു. അതിനെ ജനകീയമാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കഥകൾ അറിയുന്നത്. ഇപ്പൊ നോക്കൂ, ഈ മോഷണ കേസുകളിൽ പ്രതിഭാഗങ്ങളായിട്ടുള്ള 103 പോലീസ് ജീവനക്കാരുണ്ട്. ആകെ പിരിച്ചുവിട്ടത് നമ്മുടെ സിനു എന്ന് പറയുന്ന നമ്മുടെ കോസ്റ്റൽ മേഖല, ബേപ്പൂർ കോസ്റ്റൽ CPO ആയിരുന്ന അദ്ദേഹത്തിന് മാത്രമാണ് ഒരു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റത്തിന് പിരിച്ചുവിടാൻ മാത്രം തയ്യാറായിട്ടുള്ളത്. അപ്പോൾ പിരിച്ചുവിടാൻ ലിസ്റ്റിൽപ്പെട്ട ആയിരക്കണക്കിന് പോലീസുകാരുണ്ട്, ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആൾക്കാരുണ്ട്, മോഷണ കേസുകളിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന പാലനം വലിയ രീതിയിൽ നടക്കുമെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനത്തിന്റെ പോരാട്ടമായിക്കോട്ടെ, ഇപ്പൊ ജനം TV ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനമായിക്കോട്ടെ, പോരാട്ടമായിക്കോട്ടെ, അത് ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ടതാണ്. സർവ്വസാധാരണ ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ആളുകൾ അവരുടെ കാലന്മാരായി വരുന്ന സമയത്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി പറയാൻ പോലും പേടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തെ ഒരു സെറ്റിൽമെന്റ് കേസിനകത്ത് ഉഭയകക്ഷി ചർച്ചകൾക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയെ വളരെ ബ്രൂട്ടലിയാണ് അവിടുത്തെ SI അടിച്ചിട്ടുള്ളത്. അപ്പൊ പോലീസ് സ്റ്റേഷനകത്തേക്ക് പഴയ നമ്മളൊരു UP-യിലോ ബീഹാറിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പണ്ട് കാലത്ത് ഈ ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ബീഹാറിലെ പോലീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ശവമായിട്ടാണ് തിരിച്ചു വരിക. അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുള്ളത്. ഒരു സ്റ്റേഷനിലല്ല, മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. പോലീസിന്റെ അവരുടെ കൈകളിൽ അധികാരമുണ്ട്, അവർക്ക് പവറുണ്ട്, അവർ ആഭ്യന്തര സംവിധാനത്തിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് തോന്നിവാസവും ഞങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ജനകീയമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവും, ജനകീയമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു കുന്നംകുളം സ്റ്റേഷനിനകത്തുള്ള CCTV-യുടെ ദൃശ്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഴുവൻ CCTV ദൃശ്യങ്ങളും നമ്മൾ ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു കൊണ്ടുവന്നാൽ പതിനായിരക്കണക്കിന് ആളുകളെ മൃഗീയമായി പീഡിപ്പിക്കുന്നതിന്റെ അങ്ങേയറ്റം ബ്രൂട്ടലി ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
എത്ര കസ്റ്റഡി മരണങ്ങൾ കേരള പോലീസ് പല പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ജനകീയമായിട്ടൊരു പോരാട്ടം ഉണ്ടാകണം. പോലീസിന്റെ മനോഭാവം മാറണം. അതോടൊപ്പം തന്നെ പല തീവ്രവാദി സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പൂക്കളം നോക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തിരുവോണ ദിനത്തിൽ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതാൻ നിങ്ങൾക്കാരാണ് അധികാരം എന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ വർഗീയതയാവെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രവർത്തകർ, അവിടെ സാധാരണ ഓണം ആഘോഷിക്കുന്ന ആളുകളെ വലിയ രീതിയിൽ കേസെടുത്തുകൊണ്ട് അവരെ പീഡിപ്പിക്കാൻ നോക്കിയത് ഈ പോലീസാണ്. അത് നോക്കുക, ഒരു സമയത്ത് CPM-ന്റെ നേതൃത്വത്തിൽ ക്രിമിനൽവൽക്കരണം നടക്കുന്നു, മറ്റൊന്ന് ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ ഈ പച്ചവെളിച്ചം പോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള രാജ്യദ്രോഹ ചിന്താഗതിയുള്ള ആളുകൾക്ക് പോലും ആക്സസ് ആവുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ കേസ് എടുക്കുന്നു. പക്ഷേ മാടായിക്കാവിലമ്മയുടെ ഭൂമിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വനിതാ പ്രവർത്തകർ മുദ്രാവാക്യം, പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് കയറിയാൽ കേസില്ല. പക്ഷെ വിനുഗിരേത, സിനിമയിൽ കണ്ടതിനേക്കാൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ്, കാഴ്ചകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്തായാലും വിവരാവകാശ നിയമപ്രകാരം ഇത്തരം ദൃശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അത് തടഞ്ഞിരുന്നു. പോലീസുകാർ കാബാലികരാകുന്നു, പോലീസുകാർ കാലന്മാരാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? മൃദുവായ സമീപനവും ദൃഢമായ കർത്തവ്യവും. പക്ഷെ ഇവിടെ മൃഗഭാവയാണ് ഈ പോലീസുകാർക്ക്, അല്ലേ? ആ ചെറുപ്പക്കാരൻ സുജിത്തിനെ ഇടിക്കുന്ന ആ പോലീസുകാരുടെ ആ ഒരു സമയത്തെ ഭാവം, ഒരുപക്ഷെ നിങ്ങൾ ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിതെല്ലാം കണ്ടത്. പണ്ടാണെങ്കിൽ ഇതിനൊന്നും നിർവാഹമില്ലായിരുന്നു. എത്ര ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ 4-5 പേര് ചേർന്ന് നിന്ന് തല്ലുന്നത്. അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അയാൾ ചെയ്ത എന്താണ്, അയാളൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ കൂട്ടുകാർ പിടിച്ചുകൊണ്ട് പോയി എന്തിനെന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ വളയും ചരടും എല്ലാം ഊരി വാങ്ങിച്ചിട്ട് ഇടിച്ചിട്ട്, നമ്മൾ ഇപ്പോൾ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ സിനിമയിൽ കാണുന്ന പോലെ ചില ആക്ഷൻസാണ് അവരുടെ. ചില സിനിമയിൽ വില്ലന്മാരായ പോലീസ് ഇടിച്ചിട്ട് കയ്യൊക്കെ ഒന്ന് കുടയുന്ന സ്റ്റൈലിൽ ഇടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ യൂണിഫോം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ചെറുപ്പക്കാരനെ അടിക്കാനുള്ള ആരോഗ്യമുള്ള ഒരു പോലീസുകാരും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ചെറുപ്പക്കാരൻ വളരെ മാന്യമായിട്ട് അതിനെ തടുക്കുന്നത്, മുഖത്ത് ഇടി കൊള്ളാതിരിക്കാൻ 2 കൈയും ക്രോസ് ചെയ്ത് തടയുന്നതല്ലാതെ അവരുടെ നേരെ കൈ ചൂണ്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴും സാർ 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 എന്ന് വിളിച്ച് സംസാരിക്കുന്നതാണ് ആ ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മാന്യത. എന്നാൽ ഇന്നിത് പുറത്തു വരുമ്പോൾ നമുക്ക് പറയാം, ആ പയ്യനൊരു അമ്പലത്തിലെ പൂജാരിയാണ്, ദൈവം അവനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ആ CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ പലതവണ അപേക്ഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഒടുവിൽ അവൻ വിജയിച്ചു അതിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിൽക്കാൻ കാരണം, അതിനുശേഷവും ആ പയ്യൻ്റെ ഇൻ്റർവ്യൂസിൽ ആ പയ്യൻ എത്ര സൗമ്യമായിട്ട് റെസ്പെക്റ്റോടു കൂടിയാണ് ആ പോലീസുകാരോട് സംസാരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഒരു ബാങ്ക് ഓഫീസറുടെ ഒരു പ്രശ്നം വന്നു. ആ റിട്ടയർഡ് ബാങ്ക് ഓഫീസർ 65 വയസ്സുള്ള അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഡ്രൈവറെ വരെ സാറെന്ന് വിളിക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിൽ. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവരെ സാറെന്ന് വിളിക്കണം, തിരിച്ച് അവർ വിളിക്കുന്ന തെറി മുഴുവൻ നമ്മൾ കേൾക്കണം. ഇങ്ങനെ ആവരുത് നമ്മുടെ പോലീസ് എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് എന്നുള്ളത് യാതൊരു സംശയമില്ല കേരളത്തിലാണ്. പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് പുഴുക്കുത്തുകൾ പോലീസിന് അപമാനമാണ്. ഇത് പക്ഷേ ഇന്നോ ഇന്നലെയോ അല്ല കേട്ടോ. പണ്ട് ഒരിക്കൽ ഒരു 10-25 വർഷം മുമ്പേയുള്ള എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും ഷാജി കൈലാസും കൂടെ സിനിമയിൽ വരുന്നതിന് മുമ്പേ ബൈക്കിൽ പോകുമ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എന്നെ കൈ കാണിച്ച് നിർത്തുന്നു. ഞാൻ നേരെ അകത്തോട്ട് ചെല്ലുന്നു. ഡ്രൈവിംഗ് ലൈസൻസും ഇതും കാണിച്ചു പൊക്കോളാൻ പറയുകയാണ്. ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ തൊട്ട് പുറകെ എൻ്റെ ഫ്രണ്ട്, അതായത് അരമന വീട് 500 ഏക്കറിൻ്റെ പ്രൊഡ്യൂസർ സിബി വാച്ചാപ്പറമ്പിൽ, പുള്ളി അന്ന് ചെറുപ്പമാണ്. പുള്ളി ബുള്ളറ്റിൽ വന്നപ്പോൾ അയാളെ പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സിബി ലൈസൻസും ഇതുണ്ടെങ്കിൽ പോലീസ് വീടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പാറാവുകാരൻ ഓടി വന്ന് എൻ്റെ ബൈക്കിൻ്റെ ഇതും പിടിച്ചിട്ട് എന്നെ ഒരു അടി അടിച്ചിട്ട് എന്നെ 10 തെറി, നീ ആരാടാ പോലീസാണെന്ന് ചോദിച്ചിട്ട്. അപ്പോഴത്തേക്ക് അകത്തുനിന്ന് SI ആരെന്ന് ചോദിക്കുന്നതും കീ വാങ്ങിക്കാൻ നിന്നില്ല. ഞാനും ഷാജി കൈലാസും കൂടെ ഓടി കുറേ കറങ്ങി നേരെ ഓപ്പോസിറ്റ് അന്നത്തെ DIG ആയിരുന്ന SR ഗോപാലകൃഷ്ണൻ, എൻ്റെ റിലേറ്റീവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അരമണിക്കൂറിന് ശേഷം ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ പാറാവുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ജനങ്ങളെ സേവിക്കാനാണ്, നോവിക്കാനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. എന്തോ ഒരു തിരക്കഥാകൃത്തായിട്ടുണ്ടായിരിക്കും, അന്ന് ഞാനത് ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരുണ്ട്. പക്ഷേ അയാൾ അവസാനം എൻ്റെ അടുത്ത് സോറി പറഞ്ഞെങ്കിൽ പോലും ഞാൻ കൊണ്ട അടിയും, ഞാൻ ജീവിതത്തിൽ പോലീസിൻ്റെ അടി കൊണ്ടിട്ടില്ല. മാത്രമല്ല ഞാൻ ആരെ എടാ പോടാന്ന് വിളിക്കില്ല. നമുക്കൊക്കെ ഒരു പേരുണ്ട് പോലീസുകാർക്ക്. ഇവിടെ ഒരു നെയിം
ഇതുണ്ട് ഇല്ല, ടാഗുണ്ട്. അതിൽ നമുക്ക് മിസ്റ്റർ ചേർത്ത് വിളിക്കാം. പക്ഷേ ഇവിടെ എല്ലാവരും നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് കേട്ടോ. ഈ ഡ്രൈവർമാരെ ചെന്ന് സാറെന്ന് വിളിച്ച് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിന് ഇവരുടെ മുമ്പിൽ താന്നിരിക്കണം? ഈ അടുത്ത കാലത്തല്ലേ തിരുവനന്തപുരത്ത് ഒരു ജോലിക്കാരി മാല മോട്ടിച്ചു എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് 20 മണിക്കൂർ പിടിച്ചു നിർത്തിയിട്ട് ദാഹിച്ച വെള്ളം കൊടുത്തില്ല. നോക്കൂ, ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഭരണകർത്താക്കൾ ഉള്ളതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവരോട്, എന്തുകൊണ്ട് കുടിവെള്ളം കൊടുക്കുന്നില്ല? ദാഹജലം നമ്മുടെ മൗലിക അവകാശമാണ്. ഇന്ന് ക്യാൻ വാട്ടർ കിട്ടും, പൈപ്പൊന്നും വേണ്ട. എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെന്ന് കയറുമ്പോൾ ക്യാൻ വാട്ടർ വയ്ക്കുക, ഇരിക്കാൻ കസേര കൊടുക്കുക, മാന്യമായി പെരുമാറുക, പേര് ചോദിച്ച് അഭിസംബോധന ചെയ്യുക. ചീത്തവിളിയും ഇടിയും ഈ പോലീസുകാർ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഇടികൊണ്ടാൽ എങ്ങനെയിരിക്കും? വേദന തന്നെ. അതിലുപരി അപമാനം എന്നൊരു സാധനമാണ്. നമുക്കൊരു കരണത്തൊരു അടി കിട്ടുന്നത് വേദനയേക്കാൾ അപമാനമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അടിക്കുമ്പോൾ. നമ്മളെ ശിക്ഷിക്കാൻ കോടതിക്കേ റൈറ്റ് ഉള്ളൂ. നിങ്ങൾ കേസെടുത്തോളൂ, കോടതി ശിക്ഷിക്കട്ടെ. എൻ്റെ ഭാഗത്ത് അല്ല, നിങ്ങൾക്കാരാ ഈ റൈറ്റ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇത്തരം പുഴുക്കുത്തുകളെ ഈ 4 പേരെ പിരിച്ചുവിടുക തന്നെ വേണം. തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണല്ലോ ഇവരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്, ഈ പാവപ്പെട്ടവരുടെ നെഞ്ചത്തോട്ട്. അതാണ് പറഞ്ഞത്. അല്ല, ഇവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടകളെ ഇങ്ങനെ അടിക്കാൻ പോലീസിന്റെ കൈ പൊങ്ങുമോ? ഗുണ്ടകളുടെ മുമ്പിൽ മുട്ടുവിറക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 1000 പ്രാവശ്യം എഴുതിപ്പിക്കുമല്ലോ. ഞാൻ ഇനി ഹെൽമെറ്റ് വെച്ചോളാം എന്ന് എഴുതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന മൃദുഭാവേ ദൃഢകൃത്യെന്ന് ഈ പോലീസുകാർ കുറ്റക്കാരെ കൊണ്ട് 1000 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം. എല്ലാ പോലീസുകാരെ കൊണ്ട് എഴുതിപ്പിക്കണം. തെറ്റ് ചെയ്യുന്നവർ അവരിതിൻ്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. ഇത് ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ജനങ്ങളുടെ ശമ്പളമാണ്, അവരെ സേവിക്കുകയാണ് നമ്മളുടെ വേണ്ടത്, നോവിക്കുകയല്ല എന്നുള്ള അവർ പഠിക്കണം. നല്ല ഒരുപാട് പോലീസ് ഓഫീസർ, ഞാൻ പറഞ്ഞില്ല SR ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കേസുകളൊക്കെ പിടിച്ചിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള അദ്ദേഹമൊക്കെ അവരുടെ സീനിയർ ഓഫീസേഴ്സിനെ പറയുന്നത് ഗുരുതുല്യമായിട്ട് കണ്ടിരുന്നു. നമുക്കറിയാം മിന്നൽ പരമേശ്വരൻ പിള്ള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്തില്ലേ. അവരെല്ലാം അവരുടെ കൃത്യനിർവഹണത്തിൽ കുറ്റക്കാരല്ലാത്തവരെ ഇതുവരെ അവരാരും ദേഹോപദ്രവം ചെയ്തില്ല, കുറ്റക്കാരെയും ചെയ്യില്ല കേസുകൾ തെളിയിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു കാറിൻ്റെ അടിയിൽ ബോംബും മദ്യവും പരസ്പര ബന്ധമില്ലാത്ത 2 സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഒരാളെ 17 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ 17 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അയാളുടെ കുറച്ച് പേരെങ്കിലും അയാളെ തെറ്റിദ്ധരിച്ച് കാണൂല, അയാളുടെ കുടുംബത്തിൽ അയാൾ ഇതിൻ്റെ ആളാണെന്ന്. അയാളുടെ മാനസിക നിലയൊന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് എന്താണ് അയാൾക്ക് കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ? ഈ ആരാണോ ആ കുറ്റക്കാരെ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് അയാൾക്ക് സാമ്പത്തികമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. അതാണ് പോലീസിന് ചെയ്യേണ്ടത്. സർക്കാർ നമ്മുടെ ഒന്നും ടാക്സ് എടുത്ത് കൊടുക്കണ്ട. ആരാണോ തെറ്റ് ചെയ്ത് ആ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് ആ മനുഷ്യന് കൊടുക്കണം. 17 ദിവസം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് പോലീസുകാർ പെരുമാറുന്ന രാഷ്ട്രീയം നോക്കി പെരുമാറുന്നുണ്ട്, ജാതി മതം എല്ലാം നോക്കി പെരുമാറുന്ന പോലീസുണ്ട്. അതൊക്കെ മാറിയിട്ട് മനുഷ്യന് വേണ്ടി നടപടി ഉണ്ടാവുന്നില്ല. നേരത്തെ ഈ കോന്നി CI ആയിരുന്ന മധു ബാബു ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. അദ്ദേഹത്തിനെതിരെ പരാതിപ്പെട്ട ജയകൃഷ്ണൻ തണ്ണിത്തോട് SFIയുടെ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു, ചെവിയുടെ ഡയഫ്രം തകർത്തു, കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ അടിച്ചു. 6 മാസമാണ് മെഡിക്കൽ കോളേജിൽ കിടന്നത്. ഈ മധു ബാബുവിനെതിരെ നടപടി വേണമെന്ന് അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഇപ്പോൾ DIG ആയിട്ടുള്ള ഹരിശങ്ക റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ് ഈ മധു ബാബുവിനെതിരെ നിരവധി പരാതികളാണ് വരുന്നത്. മധു ബാബുവിൻ്റെ ഒരു ഓഡിയോ തെറിവിളി ഇത് കേൾപ്പിക്കാൻ പറ്റില്ല, ഈ ഒരു വേദിയിൽ അത് കേൾപ്പിക്കാൻ പറ്റില്ല. അമ്മാതിരി തെറിവിളിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും തെളിവ് സഹിതം, ആരോപണങ്ങൾ മാത്രമല്ല തെളിവ് സഹിതം വസ്തുതയായിട്ട് അവതരിപ്പിച്ചിട്ടും നടപടിയെടുക്കുന്നില്ല. അയാൾ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ്. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ക്രമസമാധാന ചുമതലയിൽ ഇരുത്തരുത് എന്ന് മേലുദ്യോഗസ്ഥ നിർദ്ദേശം നൽകിയിട്ടും മധു ബാബുവിനെ പോലുള്ളവർ തുടരുന്നുണ്ടെങ്കിൽ അത്തരം തെമ്മാടികളെ, അത്തരം കാപാലികരെ, അത്തരം കാലന്മാരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെയല്ലേ? അതിലെന്തെങ്കിലും സംശയമുണ്ടോ ശ്രീ വിനു കിരീത്ത? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മൃഗഭാവേ, അവരുടെ മൃഗങ്ങളാണ്. മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഒരാളെ ഒറ്റയ്ക്ക് 4-5 പേര് ഒരു തെറ്റ്, എന്നിട്ട് ക്യാമറ ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ഇടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വേറൊരു പോലീസ് ഓഫീസർ പറയുകയാണ് CCTV ഫുട്ടേജ് കൊടുക്കേണ്ടതാണ്, അതുകൂടെ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരം കുറച്ച് പേരെ പോലീസിൽ വേണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അവരവരുടെ മക്കൾക്ക് കൊള്ളുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ ഇല്ലേ? ആ പയ്യൻ്റെ ചെവി ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു, ചെറുപ്രായമാണ് ഇല്ലേ? അപ്പോൾ
ആ പയ്യനോട് നേരിടാൻ ഇതിൽ ആരോഗ്യമുള്ള ഒരു പോലീസും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ഒറ്റയ്ക്കാണെങ്കിൽ. അപ്പോൾ കൂട്ടത്തോട് ആക്രമിക്കുന്നത് ചെന്നായികളുടെ സ്വഭാവമാണ്, അത് മനുഷ്യൻ്റെ സ്വഭാവമല്ല. അത് കൂട്ടത്തോട് ആക്രമിക്കാൻ ആർക്കും പറ്റും. അങ്ങനെ ആവരുത് പോലീസ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് നമുക്ക്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, വളരെ മാന്യമായി ജീവിക്കുന്നതും കുടുംബം, മക്കൾ, അല്ലാത്ത ഇതുപോലത്തെ ക്രിമിനൽസിൻ്റെയൊക്കെ മക്കളുടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അവരുടെയൊക്കെ ഞാനത് പറയാൻ പാടില്ല. ഒരുപാട് പേരുണ്ട് അവരുടെ ഫാമിലി തകർന്ന് തരിപ്പണമായിട്ടുള്ളവർ, ഇതുപോലെ മൃഗീയമായി പെരുമാറുന്ന പോലീസുകാരുടെ, ഇല്ലേ? ഇന്നലെ തന്നെ ജനൻ ടി വിയിലാണെന്ന് തോന്നുന്നു അനിൽ നമ്പ്യാറിൻ്റെ നമ്മുടെ IG-യുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹമൊക്കെ എത്ര വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? അവരുടെ പ്ലസൻസിൽ തന്നെ ഉണ്ട് കേട്ടോ, അവരുടെ ഒരു ചിരിയും അവരുടെ ഒരു വർത്തമാനവും അതിൽ തന്നെ ഉണ്ട്. പക്ഷേ എപ്പോഴും താഴേക്കിടയിൽ ഞാൻ പറഞ്ഞില്ല, ചില പോലീസ് സ്റ്റേഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവറും റൈറ്ററും ഒക്കെയാണ് പോലീസ് CI ഇല്ലെങ്കിൽ അവരെക്കാൾ ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറുന്നത്. അപ്പം ഇവിടെ ഒരു ഡ്രൈവർ ഇയാളെ ഒരുപാട് ഉപദ്രവിച്ചു എന്നാ പറയുന്നത്. അയാളുടെ പേര് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അയാൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി കിട്ടി അങ്ങോട്ട് പോയി, അതുകൊണ്ട് അയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ആ സുജിത്ത് കൃത്യമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സസ്പെൻഷനിൽ ഒതുക്കിയാൽ പോരാ, ഇവരെയൊക്കെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം, പുറത്താക്കണം. അതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ല അതിനു മുമ്പേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ ജനൻ TV തന്നെ കാണിച്ചു, ആലപ്പുഴയിൽ ഒരു DYSP വിത്ത് ഫാമിലി കാറിൽ അടിച്ചു മദ്യപിച്ച് പോയിട്ട് നാട്ടുകാരെ മുഴുവൻ വണ്ടി ഇടിക്കാൻ പോയിട്ട് നാട്ടുകാരെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ആ പോലീസിനെ എന്ത് ചെയ്തു? അതേസമയം ഒരു സാധാരണ ഒരു ഹെൽമെറ്റ് വെക്കാത്ത അല്ലെങ്കിൽ ഒരുത്തൻ മദ്യപിച്ചിട്ട് പോയാൽ ഈ DYSP എങ്ങനെയായിരിക്കും ആ മദ്യപാനിയോട് പെരുമാറുന്നത്, ബൈക്ക് ഓട്ടിച്ച് പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്? അപ്പോൾ അമ്മായിയമ്മയ്ക്ക് അടുപ്പിലും ആവാം എന്നാണ്, അതെന്തും ആവാം ഇവർക്കല്ലേ സാധാരണ. അപ്പോൾ ഇവർക്ക് എന്ത് ജനസേവകരാണ്? അയാൾ ശിക്ഷിച്ചിട്ട് ജനങ്ങളെ അറിയിക്കണം. നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോക്കറ്റ് അടിക്കാരുടെയൊക്കെ പടം വയ്ക്കും പോലെ പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽസിൻ്റെ ഫോട്ടോസ്, ഇവരെ 4 പേരെയും പിരിച്ചുവിടുകയാണെങ്കിൽ അവരുടെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലും വയ്ക്കണം. ബാക്കി പോലീസുകാർക്ക് അതൊരു ഇതാവട്ടെ, ഇത്തരക്കാരെ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും എന്നുള്ള അറിയിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ സർക്കാർ അത് ചെയ്യും എന്നാണ് ഇന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു, തക്കതായ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പോലീസിലെ ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ സെൻകുമാർ, അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന സമയത്ത് അക്കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. അതായത് പോലീസിലെ ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കി അവരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ ക്രമസമാധാന ചുമതല നൽകുമ്പോഴാണ് ഇവർ കൂടുതൽ കരുത്തരാകുന്നത്. അല്ലാതെ പോലീസിന് പല വിങ്ങുകളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത് പൈസ തടയില്ല. അതാണല്ലോ അഴിമതി നടത്താനുള്ള ഏറ്റവും വലിയൊരു വേദിയാണല്ലോ ഈ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ പണം വരും, പല വഴിക്കും പണം വരും. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ അതിൽ കയറി പിടിക്കുന്നത്. മാത്രമല്ല, ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ജനങ്ങളെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഇത്തരം പദവികളിൽ ഇരുത്തുക വഴി അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ട് എന്ന് പറയാതെ വയ്യ വിനു കിരിയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഈ പ്രതിപട്ടികയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതല ഉൾപ്പെടെ പ്രത്യേക ഇത്തരത്തിലുള്ള, അതായത് പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരുത്തരുത് എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടും അത് പാലിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ഓരോ സെക്കൻഡിലും ഓരോ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഉപദ്രവിച്ചു, ഞാൻ തന്നെ 25 കൊല്ലം മുമ്പുള്ളൊരു കഥയാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഓരോ സെക്കൻഡിലും വരുമ്പോൾ എനിക്കൊന്നും അടി കിട്ടാത്ത ഈ 62,000 ഇഷ്ടം പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് മുഴുവൻ അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൈക്കൊക്കെ പിടിക്കാൻ കാണിക്കുന്ന ആവേശം കാണുന്ന, ഹെൽമെറ്റ് വയ്ക്കാത്തതിന് മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു എന്ന് ചില കാട്ടിലൊക്കെ കാണുന്ന, ആനുവൽ പ്ലാന്റിൽ കാണുന്ന വിഷ്വൽസ് പോലെയാണ്. ചാടി വീണ് പിടിച്ച് വലിയ ക്രിമിനൽസിൻ്റെ മുമ്പിൽ ഇവർ മുട്ടുവിറക്കില്ലേ? ഇല്ലേ? അപ്പം കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ട്, ദേഹവും ഉപദ്രവിക്കില്ല. ഈ രീതിയിലുള്ള തലസ്ഥാനത്തെ ഗുണ്ടാ തലവന്മാരുടെ കൂടെ ഇരുന്ന് കള്ളു കുടിച്ചതിനും അതുപോലെ ഷീട്ട് കളിച്ചതിനും ഒക്കെയാണല്ലോ ഇവിടുത്തെ DYSP ഉൾപ്പെടെ 2-3 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലേക്ക് പോയത്. റിട്ടയർമെന്റിന്റെ തലേദിവസം. അതെ പോലീസ് ഗുണ്ടാ നെക്സസ് അതുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണ്ടാ തലവന്മാരെ ഒന്നും ചെയ്യില്ല. പോലീസിന് അടിക്കാൻ കൈ പൊങ്ങില്ല. ആവർത്തിച്ച് പറയുകയാണ്, കൈ പൊങ്ങില്ല. അതേസമയം ഈ പാവപ്പെട്ട ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവനെ കണക്കിന് പെരുമാറുക, അത് കേരള പോലീസിൻ്റെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും അവസാനിപ്പിക്കണം. പോലീസ് അതിക്രമത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ നടപടിയാവാതെ ഇരിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ ബിലാൽ സമദ്ദ. യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ
3 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരനായ അജിൻ DD ആണ് ലാത്തി കൊണ്ട് ബിലാലിൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിച്ചത്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി. ജസ്റ്റിസ് VK മോഹനാണ് ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് നിരവധി കമ്മീഷനുകളുടെ ചുമതല കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണാവോ അറിയില്ല, നിർജ്ജീവമായി കിടക്കുകയാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി. ആ കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നൽകിയ പരാതിയിൽ അജിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ നടപടി ഉണ്ടായിട്ടില്ല. ബിലാൽ, താങ്കളുടെ കണ്ണ് ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിച്ചു, അതിന് മാത്രം എന്ത് തെറ്റാണ് താങ്കൾ ചെയ്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതാ ഈ പറയുന്ന പോലീസുകാർക്കും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയത്തില്ല. അത് 2022 ജൂൺ മാസം 13 ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള CP മാത്യുവിന്റെ വാഹനം തൊടുപുഴ ടൗണിൽ വെച്ച് DYFI പ്രവർത്തകർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് 2022 ജൂൺ 14 അതായത് പിറ്റേ ദിവസം ഈ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടൗൺ ചുറ്റിയുള്ള പ്രകടനം നടന്നത്. ആ പ്രകടനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. അത് പോലീസിനെതിരെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലായിരുന്നു ആ പ്രകടനം, അല്ലെങ്കിൽ അത് CPM-ന്റെ പാർട്ടി ഓഫീസിലേക്കും അല്ലായിരുന്നു ആ പ്രകടനം. അതൊരു പ്രതിഷേധ സൂചകമായിട്ട് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പ്രകടനം സംഘടിപ്പിച്ചത്. എന്നാൽ ആ പ്രകടനത്തിന്റെ സ്വാഭാവികമായിട്ട് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ആക്രമിക്കുമ്പോൾ സാധാരണ എല്ലാ പാർട്ടിയിൽ നിന്നും വരുന്നത് പോലെ ഒരു വയലൻസ് ചെറിയ തോതിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞു പോയ LDF-ന്റെ തകർത്തിരുന്നു. അങ്ങനെ ഒരു CPM-ന്റെ കൊടിമരം യൂത്ത് കോൺഗ്രസിന്റെ ഒരു 100-ന് മുകളിൽ പ്രവർത്തകർ പങ്കെടുത്തിരുന്ന ഒരു പ്രകടനമായിരുന്നു. പിന്നിൽ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര് ഒരു CPM-ന്റെ കൊടിമരം ബിലാൽ ഒരു നിമിഷം ഈ സൂമിൽ മറ്റൊരു ബിലാൽ ഒരു നിമിഷം ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഈ സൂമിൽ മറ്റൊരാൾ കൂടി കയറുന്നുണ്ട്. ദയവേത് സംസാരിക്കാതെ ഇരിക്കുക പ്ലീസ്. താങ്കൾ സംസാരിക്കുന്നത് ഇദ്ദേഹം പറയുന്നതിനെ തടസ്സമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദയവേത് സംസാരിക്കാതെ ഇരിക്കുക. ബിലാൽ, താങ്കൾക്ക് തുടരാം. അങ്ങനെ ഒരു CPM-ന്റെ കൊടിമരം കോൺഗ്രസിന്റെ പ്രവർത്തകര് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ പോലീസ് അവരുമായി തർക്കത്തിലുണ്ടായി. ആ തർക്കം തീർക്കുന്നതിന് വേണ്ടി മുന്നിലുണ്ടായിരുന്ന ഞാൻ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഒരു പ്രകോപനവും കൂടാതെ ആദ്യത്തെ ലാത്തി കൊണ്ടുള്ള അടി എന്റെ ഇടത് കണ്ണിൽ കൊണ്ടത്. അങ്ങനെ അടി കിട്ടി, കണ്ണ് പൊട്ടി, കാഴ്ചയില്ലാത്ത സാഹചര്യത്തിൽ ഒരാളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഒരു ജീവിതം തന്നെ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉള്ളത്. അങ്ങനെ കണ്ണ് പൊത്തി തിരിഞ്ഞപ്പോ തലക്കിഴടിച്ചു. തലയ്ക്ക് 6 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും തിരിഞ്ഞപ്പോ പുറം നമ്മുടെ ശരീരമാസകലം പോലീസ് വളരെ ക്രൂരമായി അടിച്ചിരുന്നു. അങ്ങനെ എന്റെ സഹപ്രവർത്തകര് ഒരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സാഹചര്യത്തില് പുറത്തോട്ട് കിടന്ന കാലിന് പോലും പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഒരു പോലീസ് ഒരു CPM-ന്റെ ഒരു ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. CPM-ന്റെ വിടുപണി ചെയ്യുന്ന പോലീസ്. നോക്കൂ, അതിനുശേഷം താങ്കൾ പരാതി കൊടുത്തല്ലോ. ആ പരാതിയിൽ ഒരു നടപടിയോ ആയിട്ടില്ലല്ലേ ഇതുവരെയായിട്ടും? ഞാൻ അതിന് ഒരു 1-2 മാസം 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടർന്നു. ആ സമയത്ത് എന്റെ സഹോദരൻ മുഖേനയാണ് പോലീസിനെയും അതുപോലെ തന്നെ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയെയും മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ സമീപിച്ചത്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസ് എടുത്തു. പക്ഷെ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയാണ് കേസ് എടുത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്നോട് പറഞ്ഞത് ഇത് മറ്റൊരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവര് വിട്ടു. പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയിൽ ഉണ്ടായിരുന്ന കേസ് ഏകദേശം 3 വർഷത്തോളം ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഒടുവിലാണ് കഴിഞ്ഞ മാർച്ച് 20-ന് ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയത്. അതായത് ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരനായിട്ടുള്ള അജിൻ DD-ആണ് ലാത്തി കൊണ്ട് താങ്കളുടെ കണ്ണടിച്ച് പൊട്ടിച്ചത് അല്ലേ? അതെങ്ങനെ കണ്ടെത്തിയതാണ്? ദൃശ്യങ്ങൾ അന്ന് കിട്ടിയിരുന്നു?
അന്ന് അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വീഡിയോ ഫുട്ടേജ് എല്ലാം വെച്ചാണ് നമ്മള് പിന്നെ സാക്ഷി എന്നോടൊപ്പം എന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന 3ഓളം പേര് സാക്ഷികളെ നമ്മള് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റിയുടെ മുൻപാകെ ഹാജരാക്കി അവരുടെയൊക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മാർച്ച് മാസം ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറങ്ങിയത്. ഈ പോലീസ് ഈ കേസിൽ 8ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തെ പ്രതിയായ അജിൻ ഡിഡിയാണ് കണ്ണിനടിച്ച് പരിക്കേൽപ്പിച്ചതും കണ്ണിന്റെ കാഴ്ച പോവാൻ സാഹചര്യം ഒരുക്കിയതും. അപ്പൊ അയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇടുക്കി SP-ക്കും എറണാകുളം DIG-ക്കും പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി ഈ ഓർഡർ ഇറക്കിയത്. അത് എന്നെ 2 തവണ ഇടുക്കി SP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തു. പക്ഷെ അതിനുശേഷം യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ അവർ സ്വീകരിച്ചില്ല. ഈ ഓർഡറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. കർശനമായിട്ടുള്ള നടപടി. ഇയാള് കുറ്റക്കാരനായി കണ്ടെത്തി അയാൾക്കെതിരെ അജിൻ ഡിഡി എന്ന് പറയുന്ന അന്നത്തെ ഇടുക്കി AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓർഡറിൽ പറയുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇയാൾ എവിടെയുണ്ട് ഇപ്പോ? ഈ അജിൻ എവിടെയുണ്ട് ഇപ്പോ? ഇപ്പോഴും AR ക്യാമ്പ് തന്നെയാണോ? അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ഒന്ന് CBI-യിലേക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടിയെന്ന് പോയിരുന്നു. ഞങ്ങള് ഒരു 10-15ഓളം സിറ്റിങ്ങുകളിൽ നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഏതോ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാം. അല്ല, ഈ പിന്നീട് നേരിട്ട് കണ്ട സമയത്ത് കുറ്റബോധം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നോ? ചെയ്തത് തെറ്റായിപ്പോയി എന്നെങ്കിലും തുറന്നു പറഞ്ഞിരുന്നോ താങ്കളോട്? കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും അദ്ദേഹത്തിന്റെ മുഖത്തോ എന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് ഒന്നും പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. എന്നാല് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള ചില നേതാക്കന്മാരൊക്കെ ആയിട്ട് അദ്ദേഹം ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. ഓക്കെ ബിലാൽ, എന്തായാലും 1 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണം, ഈ അജിനെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉത്തരവിട്ടിട്ടും ഇതുവരെയായും നടപടിയെടുത്തില്ല. താങ്കളുടെ മൊഴി ഇടുക്കി SP രേഖപ്പെടുത്തി, പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ കാക്കി സ്നേഹം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യെസ്, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയം നമുക്ക് ടേക്കപ്പ് ചെയ്യണം. ബിലാൽ ഞങ്ങൾ കൂടെയുണ്ട്. മധു ബാബു ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. കോന്നിയിൽ CA ആയിരിക്കുകയാണ്. SFI ജില്ലാ പ്രസിഡന്റിൻ്റെ കാൽവെള്ള അടിച്ചു പൊട്ടിച്ചത്, അതുപോലെ മുളക് സ്പ്രേയൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്കും ശരീരത്തിലേക്കും അടിച്ചതും ഈ മധു ബാബുവാണ്. മധു ബാബു തൊടുപുഴ DYSP ആയിരിക്കെ വളരെ മോശമായിട്ട് പരാതി പറയാനെത്തിയ ഒരു മുരളീധരനെ അന്ന് കൈകാര്യം ചെയ്തിരുന്നു, ശാരീരികമായി കൈകാര്യം ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ അന്ന് തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം മാധ്യമങ്ങൾ ആ പോലീസ് സ്റ്റേഷന് പുറത്ത് ഉണ്ടായിരുന്നു. തൊടുപുഴ DYSPയുടെ ക്രൂരകൃത്യത്തിനിരയായ മുരളീധരൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുരളീധരൻ, താങ്കൾ പരാതി കൊടുത്തിരുന്നോ? ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? എന്താണ് മുരളീധരൻ പറയാനുള്ളത്? ഞാൻ അന്ന് നമ്മുടെ ഇടുക്കി DYSPക്കും തൊടുപുഴയിലും DYSPക്കല്ല SP-ക്ക് ഒക്കെ പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഒരു അന്വേഷണവും നിലവിൽ ഉണ്ടായിട്ടില്ല. കോടതി നമ്മുടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പത്തനംതിട്ടയുള്ള ഒരു വക്കീൽ സാറ് മുഖാന്തരമാണ്, പ്രശാന്ത് V കുറുപ്പ് എന്ന വക്കീൽ സാറ് മുഖാന്തരമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ മധുബാബു എന്ന ഉദ്യോഗസ്ഥൻ എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എനിക്ക് ജോലി ചെയ്ത ഇനത്തിൽ കാശ് തരാനുണ്ട് ഒരു കക്ഷി. അതായത് ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ SNDP യൂണിയന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന മൈക്ക് ഫിറ്റ് വർക്ക് ചെയ്യുന്നത് ഞാനായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യത്തെ ആയിട്ട് കുറെ പൈസ തരാനുള്ളത് ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് യൂണിയൻകാർ തന്നെ ഒരു കേസ് അന്നത്തെ അധ്യക്ഷന്മാര് കൂടി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ വിളിപ്പിക്കുകയും അവിടെ ചെന്നപ്പോൾ മറ്റു 3 കക്ഷികളും കൂടി
അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ഇത് രണ്ടും SNDPയുടെ ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങള് പോലീസ് ഈ മധുബാബുവിന്റെ ക്യാബിലേക്ക് വിളിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ 3 പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞ കൃത്യങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ പെട്ടതല്ല സാറേ. എന്നെ വിളിച്ചത് എനിക്ക് ഈ ഇരിക്കുന്ന 2 കക്ഷികൾ, അതായത് SNDPയുടെ ഭാരവാഹികളായിട്ടുള്ളവര് എനിക്ക് വർക്ക് ചെയ്ത ഇനത്തിൽ പൈസ തരാനുണ്ട്, അതിന്റെ ചർച്ച ചെയ്യാനാണെന്നും പറഞ്ഞാണ് സാറ് വിളിച്ചത്. അതനുസരിച്ചാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സാറ് എന്റെ പേരിൽ അവരുടെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ മൊബൈലിൽ അങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടില്ല, ഒന്നുമില്ല. ഞാനല്ല സാറെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പിന്നെ ആരുടെ ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ട് കേട്ടാൽ അടയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യ വർഷങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് ഫോൺ വെച്ച് എന്റെ നെഞ്ചിനെ എറിയുകയും കസേരയിലിരിക്കുകയായിരുന്നു ഞാൻ. കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും അതോടുകൂടി അദ്ദേഹം പറഞ്ഞു, പോലീസുകാരനോട് പറഞ്ഞു, അവനെ പിടിച്ചെടുപ്പിക്കാൻ പറഞ്ഞു. 2 പോലീസുകാർ കൂടി എന്റെ കൂടെ വന്നിരുന്ന 2 സുഹൃത്തുക്കളും കൂടി എന്നെ പൊക്കിയെടുത്ത് വീണ്ടും കസേരയിൽ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇരുന്നിടത്തു നിന്ന് ഏറ്റുവന്ന് എന്റെ നെഞ്ചിൽ ചവിട്ടുകയും ചവിട്ടി തെറിപ്പിച്ച് ഇപ്പോൾ കസേരയോടുകൂടി വീണ്ടും വീഴുകയും വീണ്ടും ഈ പോലീസുകാർ പിടിച്ചേൽപ്പിച്ച വഴി ഇവനെ സെല്ലിലടയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ചെവിക്കല്ലിന് 2നും കൈ ചുറ്റിപ്പിടിച്ചിരിക്കുകയും അവിടുന്ന് എനിക്ക് വിളിക്കിറങ്ങാൻ മുട്ടുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ നെഞ്ചു പൊട്ടി പോകുമ്പോഴേക്ക് തോന്നി. ഞാൻ വെളിയിലേക്ക് ഓടി പോവുകയും ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടില് ഒരു 10-20 ചാനലുകാര് അവിടെ ഒരു മറ്റൊരു സംഭവം നടന്നതിന്റെ വീഡിയോ എടുക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുമ്പിലേക്കാണ് ഞാൻ ചെന്നത്. അവരെന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറയുകയും അവിടെ നിന്നും അവരുടെ ഇതിലാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവരിൽ ഒരാള് വണ്ടി വിളിച്ച് നമ്മളെ തൊടുപുഴ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തൊടുപുഴ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരുന്നെല്ലാം തന്ന് അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അഡ്മിറ്റാക്കി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ ഡിസ്ചാർജ് ആക്കിയ ഉടനെ ഏഷ്യാനെറ്റിലെ ജെയ്സൺ എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഇത് എന്തായെന്നറിയാൻ. അപ്പൊ ഞാൻ ജെയ്സൺ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഡിസ്ചാർജ് ആക്കിയേക്കുവാണോ സാറേ എന്ന് പറഞ്ഞു. നെഞ്ചിനൊക്കെ വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ബൾക്ക് എടുത്തിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് വരാം, ഞങ്ങളെല്ലാവരും വരാമെന്ന് പറഞ്ഞു. അവരെല്ലാരും കൂടെ അവിടെ വന്നു. ജെയ്സൺ സാറ് വന്നപ്പോൾ ഞാൻ ആ നടയിൽ കിടക്കുക ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ അവര് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, DYSP മധുബാബു ഇദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ആക്കണ്ട, പുറത്തേക്ക് വിട്ടേക്കാം, വെളിയിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് വിടാൻ പറഞ്ഞ് വിട്ടതാണ്. അതുകൊണ്ട് ഇവിടെ കിടത്തണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്നെ കിടത്തിയില്ല. അതായത് ആശുപത്രിയിൽ ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലേ? ഹലോ, ആശുപത്രിയിൽ താങ്കൾക്ക് ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. വ്യക്തമാവുന്നില്ലല്ലോ സാറേ, വ്യക്തമാവുന്നില്ല. ആശുപത്രിയിൽ ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡിസ്ചാർജ് ആക്കി വിട്ടത്. ഓക്കെ. അദ്ദേഹം വളരെ ക്രൂരമായിട്ടാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. അല്ല, അതിന് മാത്രം പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ?
പിന്നെ ഇദ്ദേഹത്തിന് ഒന്നും ഉണ്ടായില്ല. ഞാനിതാന്ന് സാറേ പറഞ്ഞുള്ളൂ. എൻ്റെ കയ്യിൽ ഞാൻ ആ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്കൊട്ട് അതിന് പ്രകോപനം എന്ന് പറഞ്ഞാൽ ഇവരെ ഒക്കെ ഈ SNDP-യുടെ 2 ഭാരവാഹികള് ഇദ്ദേഹത്തിന് പണം നൽകി ആണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ. അപ്പൊ പണം വാങ്ങുന്ന ആളാണ് മധു ബാബു. പണം വാങ്ങുന്ന ആളാണ്. പണം ആര് കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി ഇടിക്കും അല്ലേ? അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതൊക്കെ SNDP യൂണിയന്റെ ഭാരവാഹികളായ 2 വ്യക്തികൾ അവിടെ വന്നിരുന്നവര് നേരത്തെ തന്നെ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് വേണ്ട കൈമടക്കുകളെല്ലാം കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം ഇത്രയും ഇതിന്റെ കൂടെ ഈ 2 ഭാരവാഹികൾ പറയുകയും ചെയ്തു. ഇത് ഈ വരുന്ന 4 പേരിൽ ഒരു മുരളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവനെ ശരിക്കൊന്ന് കൈകാര്യം ചെയ്തേണം സാറേ. ഞങ്ങൾക്ക് എതിരെ കള്ളപ്പരാതികളുമായിട്ട് വരാനേ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് തരാനുള്ള കാശിന് ഒരു പരാതി കൊടുക്കാനായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഈ കക്ഷികൾക്ക്. ഓക്കെ. അപ്പൊ അതാണ് ഇവർക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാനുള്ള ഒരു ഇത് വന്നത്. ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ശ്രീ മുരളീധരൻ താങ്കൾക്ക്? എനിക്ക് എന്റെ ചെവി രണ്ടും ചെവി കേൾക്കാതെയായി. പിന്നെ നെഞ്ചത്ത് അത് കൂടാതെ സാറേ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. എന്നെ ചവിട്ടുമ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ അദ്ദേഹത്തിന് മുരളിച്ചേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്, ബൈപ്പാസ് കഴിഞ്ഞിട്ട് അധികം നാളായില്ല എന്ന് അവർ 2 പേരും കരഞ്ഞു വിളിച്ചു പറഞ്ഞു. എന്നും പറഞ്ഞാണ്ടാണ് ഈ ഇതെല്ലാം അദ്ദേഹം ചെയ്തത്. ഈ മധുബാബു പിന്നീട് താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹം നേരിട്ട് സ്വാധീനിച്ചിട്ടില്ല. വേറെ 1-2 പേര് നമുക്കിത് പ്രശ്നങ്ങൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിരുന്നു. ടൗണില് അറിയപ്പെടുന്ന വ്യക്തികളാണ്. അവര് ബന്ധപ്പെട്ടിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ശ്രീ മുരളീധരൻ നീതി കിട്ടും വരെ താങ്കൾ പോരാടണം. നോക്കൂ, ഇപ്പോൾ സുജിത്ത് ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പോരാടി. അത് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹത്തിന് നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനായത്. ഈ സുജിത്ത് തുറന്നു പറഞ്ഞതുകൊണ്ട്, ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായത്. ഈ പോരാട്ടം തുടരണം. ശ്രീ മുരളീധരൻ, ഞങ്ങളുണ്ട് കൂടെ. ഒരു കാര്യം കൂടെ ഉണ്ട് സാർ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കയറിയ സമയം മുതൽ നമ്മുടെ ഇതെല്ലാം കഴിയുന്നിടം വരെയുള്ള മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വോയിസ് റെക്കോർഡ് നിലവിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി കൊടുക്കാൻ വേണ്ടി നമ്മുടെ വക്കീലിനുമായിട്ട് ആലോചിച്ച് വക്കീലിന്റെ കയ്യിൽ ഈ മൊബൈൽ സഹിതം കൊടുത്തിരിക്കുന്നതാണ്. മധുബാബുവിൻ്റെ തെറി അഭിഷേകം, ആ ഓഡിയോ ഞാനും കേട്ടു. പക്ഷേ അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് കാണിക്കാത്തത്. ശ്രീ മുരളീധരൻ, എന്തായാലും താങ്കളുടെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ശ്രീ ജയേന്ദ്രൻ, ആലപ്പുഴ DYSP മധുബാബുവിൻ്റെ വീരശൂര പരാക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ. അയാൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം അയാൾ ഇടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ, അതായത് കൂലിത്തല്ലുകാരനാണ് മധുബാബു. താങ്കൾ പണം എണ്ണിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അയാൾ ഇടിക്കും എന്നാണിപ്പോൾ മനസ്സിലാവുന്നത്. മധുബാബുവിനെതിരെ SFI പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് പരാതി പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ അയാളെ ഇരുത്തിയിരിക്കുകയാണ്. മധുബാബു കൃത്യമായിട്ട് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്ക റിപ്പോർട്ട് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, ഇദ്ദേഹത്തെ ഇനി ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടും ഇപ്പോഴും മധുബാബു
ആലപ്പുഴ DYSP ആയി തുടരുകയാണ്. മാത്രമല്ല ഇപ്പോൾ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ, ഇനി ലൈം ലൈറ്റിൽ നിറഞ്ഞ് നിൽക്കാമല്ലോ. ശ്രീ ജയേന്ദ്രൻ, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയല്ലേ ഇത്? ശ്രീ ജയേന്ദ്രൻ, ഇത്തരം ക്രിമിനലുകളായ പോലീസുകാരെ എന്തിനാണ് സേനയിൽ തുടരാൻ അനുവദിക്കുന്നത്? ക്രിമിനലുകളായ പോലീസുകാരുടെ പട്ടിക പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ആഭ്യന്തര വകുപ്പ്. ശരിയാണ്, ചിലരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോഴും കൈക്കരുത്ത് കാണിക്കുന്ന കാപാലികരായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള പോലീസുകാർ തുടരുന്നത് അത് ആഭ്യന്തര വകുപ്പിന് ഭൂഷണമാണോ? നടപടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച ചോദ്യം ഏറ്റവും പ്രധാനമായ സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിലേക്ക് വരാം. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയും ചെയ്യാം. പിന്നെ ഏത് ഭരണകാലത്താണെങ്കിലും ശരി, പോലീസ് മർദ്ദനോപകരണമായിട്ടാണ് ഏത് ഭരണകാലത്തും, അത് ഇപ്പോൾ LDF ആണെങ്കിൽ മുൻപ് UDF ആയിരുന്നെങ്കിലും ഒക്കെ പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ഇന്നത്തെ മുഖ്യമന്ത്രി മുൻപ് MLA ആയിരിക്കുന്ന കാലത്ത് 1977 മാർച്ച് 30 കേരള നിയമസഭയിൽ രക്തം പുരണ്ട ഷർട്ടുമായിട്ട് വന്ന് നടത്തിയ പ്രസംഗമൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിക്രൂരമായ പോലീസ് മർദ്ദനമാണ് പിണറായി വിജയൻ നിയമസഭയിൽ വിവരിച്ചത്. അത് പക്ഷെ അന്ന് ഇതുപോലെ വീഡിയോ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വീഡിയോ സംവിധാനങ്ങൾ ഉണ്ട്. ജനങ്ങൾക്കത് ഇപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്ന പുറത്തു വന്നിട്ടുള്ള വീഡിയോ നൽകുന്ന ഇമ്പാക്ട് വളരെ മോശമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാനേ അത് ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അനിൽ, ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം, പിന്നെ ഇപ്പൊ തണ്ണിത്തോട് ജയകൃഷ്ണന്റെ കാര്യം താങ്കൾ പറഞ്ഞത് 2012 കേസാണ്. ജയകൃഷ്ണൻ തന്നെ ഇന്നലെ 2 ചാനലിൽ പങ്കെടുത്തപ്പോൾ 2 ചാനലും ജയകൃഷ്ണനും ഉണ്ടായിരുന്നു. ജയകൃഷ്ണൻ പറഞ്ഞത് അടൂർ പ്രകാശ് നിർദ്ദേശപ്രകാരമാണ് ഈ മധുബാബു എന്ന് CI ആയിരുന്നു അവിടെ കോന്നിയിൽ മധുബാബു പ്രവർത്തിച്ചത്. പിന്നെ SFI ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശ കോളേജുകളിൽ ഇയാളുടെ ജയകൃഷ്ണന്റെ ഇടപെടലിന്റെ ആ സ്വാധീനം കുറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായെന്ന് പറയുകയും തുടർ നടപടികളിലേക്ക് 2-3 മാസം മുമ്പാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ വിഷയം അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2023 ഏപ്രിലാണ് കുന്നംകുളത്തെ പ്രശ്നം ഉണ്ടാകുന്നത്, ശുചിത്വത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 2023 മെയ്യിലാണ് ഇന്നലെ ആ 5 ലക്ഷം രൂപ വാങ്ങിച്ച കേസും ഒക്കെ ആയിട്ടുള്ള പീച്ചിയിലെ പ്രശ്നം ഉണ്ടാവുന്നത്. ഒപ്പം തിരുവനന്തപുരത്ത് ഷജീറിന്റെ പ്രശ്നമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നെ ഒരു മാമുക്കോയ കോഴിക്കോട് പ്രശ്നമുണ്ട്. ഇതൊക്കെ 2020 ഷജീറിന്റെ പ്രശ്നം 2017 ഈ മാമുക്കോയുടെ പ്രശ്നം 2023 ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം, ഞാനതിനെ ഈ പ്രശ്നത്തിനെ ന്യായീകരിക്കുകയല്ല കേട്ടോ, അതാ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ഈ വിക്ടിംസ് അപേക്ഷ കൊടുത്ത് അതിന് പുറകെ നടന്ന് ഒരുപാട് സമയങ്ങൾ, മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ചാണ് ഈ വീഡിയോ അവർ വീണ്ടെടുക്കുന്നത്, അവർ മർദ്ദനത്തിനിരയായ വീഡിയോ വീണ്ടെടുക്കുന്നത്. അപ്പോ നമ്മുടെ പ്രതിപക്ഷം, പിന്നെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്ന VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷമാണല്ലോ UDF-ന്റേത്. പിന്നെ നമ്മുടെ പൊതുവിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ 2-2.5 കൊല്ലക്കാലം ഇത് മുഴുവനും തമസ്കരിക്കപ്പെട്ടു, ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. ഇത്രയും കാലം ഈ വിഷയമൊന്നും ചർച്ച ചെയ്യാനോ ഈ ഇരകൾക്കൊപ്പം, ഇവര് ശരിക്കും നിരപരാധികളായ മനുഷ്യരാണ് ഇവരൊക്കെ. മുരളീധരന്റെ കാര്യമൊക്കെ കേട്ടോ, നമുക്ക് ഇയാളെ കിട്ടി ഇപ്പൊ പറഞ്ഞ DYSP ഇല്ലേ, എന്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ മുരളീധരനും കൂടെ ഉണ്ടായി ചെവിക്കൽ നോക്കി 2 കൊടുക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, എന്ത് ശിക്ഷാനോട് നേരിടേണ്ടി വന്നാലും. അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള 10 പേര് നിരന്നു നിന്നാൽ തീരാനുള്ള വിഷയങ്ങളുള്ള ഒരുപാട് കേസുകളുണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് പൊതുസമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല, മാധ്യമങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു. ഇപ്പൊ മുരളീധരൻ പറഞ്ഞില്ലേ, ആശുപത്രിയിലടക്കം ഈ DYSP ഇടപെട്ടതിന്റെ ചരിത്രം. പിന്നെ ആലപ്പുഴയിലെ കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഇനി വരാനുണ്ട് എന്നെ ഒരു വിദ്വാൻ കൂടെ വരാനുണ്ട്. ആലപ്പുഴയിൽ റിട്ടയർ ചെയ്ത് പോയ ഒരു SP ഉണ്ട്, അയാൾ ഇതിനേക്കാളും വേന്ദ്രനാണ് കേട്ടോ. ഇപ്പൊ ഈയിടെ ചേർത്തലയിൽ ഒരു സെബാസ്റ്റ്യൻ, ഒരു സീരിയൽ കില്ലറെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ക്രൈംബ്രാഞ്ച്. ആ കേസ് എന്നോട് ഇയാളുടെ ടീമിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് എന്നോട് 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. 2 ദിവസം പറഞ്ഞ പോലെ
ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഇതിന്റെ നിജസ്ഥിതി അവർക്ക് 2 മണിക്കൂർ ഒന്ന് ചോദ്യം ചെയ്യാൻ ചില കക്ഷികളൊന്ന് വിട്ടുകൊടുത്താൽ മതി, തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ SP വഴങ്ങിയില്ല. അയാള് വലിയ ദുസ്വാധീനങ്ങൾക്കും സാമ്പത്തിക സ്വാധീനത്തിനും വഴിപ്പെട്ട് ആ കേസ് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി തീർക്കുകയായിരുന്നുവെന്ന് ആ ടീമിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥർ ഇന്നലെ എന്നോട് പറഞ്ഞത്. അതുണ്ട്, പിന്നെ അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല, ഞാൻ നിഷേധിക്കുകയുമില്ല. ഇതൊക്കെ പുഴുക്കുത്തുകൾ തന്നെയാണ്, അതൊരു വശത്ത് നിൽക്കുന്നു. ശ്രീജേന്ദ്രൻ, ഈ മധു ബാബു ഞാൻ മനസ്സിലാക്കുന്ന 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ കോടതി അയാളെ ശിക്ഷിച്ചു. അയാൾക്ക് തടവ് ശിക്ഷ അതുപോലെ പിഴയും ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടും ആലപ്പുഴ DYSP ആയി തുടരുകയാണ്. അപ്പോൾ നോക്കൂ, മധുബാബുവിനെ സംരക്ഷിക്കുന്നത് ആരാണ്? താങ്കൾ പറഞ്ഞു ഇപ്പം പ്രതിപക്ഷം എന്തുകൊണ്ട് ഇടപെട്ടില്ല, എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി, എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ സത്വര ശ്രദ്ധ പതിഞ്ഞില്ല എന്ന ആക്ഷേപങ്ങളൊക്കെ താങ്കൾ ഇവിടെ പറയുകയുണ്ട്. പക്ഷേ ഇങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരു തല്ലി പൊളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും മധു ബാബു CPM-ന് അപ്രമാദിത്വമുള്ള ആലപ്പുഴയിൽ DYSP ആയി തുടരുന്നത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? അതിനെ നമ്മൾ അങ്ങനെ ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഇത്തരം ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ജനറലൈസേഷനാണ്. പൊതുവിൽ നോക്കിയാൽ വസ്തുത അതിലേക്ക് അത് പറയണോ? താങ്കളുടെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് തന്നെ മറുപടി പറയാൻ ഞാൻ പറയേണ്ടതുകൊണ്ട് ഞാൻ അത് പറയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ പോലീസ് സേനയിൽ ഏത് ഉദ്യോഗസ്ഥനുമായിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഈ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ റൂൾസ് 1958 എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പോലീസിൽ. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. ഇടപെടിയുന്ന ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്നുള്ള പിന്നെ കൃത്യമായ ഒരു നിയമത്തിനൊരു പരിരക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. പരിരക്ഷയല്ലത്, അത് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അയാളെ ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാലോ ശ്രീ ജയചന്ദ്രൻ? അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണമെന്ന് പത്തനംതിട്ട SP ആയിരുന്ന ഇപ്പോഴത്തെ DIG ഹരിശങ്കർ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ്, നാട്ടുരാജാവായി വാഴുകയാണ്. അല്ല, ഞാനതാണ് പറയുന്നത്. ഈ നമ്മുടെ 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നം ഇടാത്ത നിയമസഭാ ചോദ്യം നമ്പർ 112 ടേബിൾ ചെയ്താണ് കേട്ടോ മറുപടി. ആ ചോദ്യം ഇതാണ്: മുൻ സർക്കാരിന്റെ 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ, ഇത് 3/6/24 അതായത് ജൂൺ 3, 24 കഴിഞ്ഞ വർഷം, മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം എത്രയാണെന്നും ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമാക്കുമോ? DGPയോടാണ് ചോദ്യം. മറുപടി DGP അസംബ്ലിയിൽ കൊടുത്ത മറുപടി സർക്കാർ വെച്ചതാണ്. ഉത്തരം: മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ 25/5/2016 മുതൽ 2/6/2024 വരെ പോലീസ് സേനാംഗങ്ങൾക്കെതിരെ 1073 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ മറുപടി. പിന്നെ മുൻ സർക്കാർ അടുത്ത ഒരു ചോദ്യം കൂടെ, മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നും ഇവരുടെ തസ്തിക, ജില്ല ഇതും തിരിച്ച് വ്യക്തമാക്കാമോ? അതിന്റെ മറുപടിയായിട്ടുള്ളത് 2016 മുതൽ 9/6/2024 വരെയുള്ള കാലയളവിൽ ഗുരുതര ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതിന്റെ പേരിൽ പോലീസ് വകുപ്പിൽ നിന്ന് 108 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് തരംതിരിച്ചിരുന്നു പിന്നെ കേട്ടോ. ഈ പറഞ്ഞ പട്ടികയിൽ ഈ 108 പേരുടെ അല്ല, മറ്റേത്. അതിൽ രസകരമാണ് ഈ പറയുന്ന കാലയളവിൽ 2016 മുതൽ ജൂൺ 2024 വരെയുള്ള തിരുവനന്തപുരം സിറ്റിയിൽ 47 പേർ നടപടി നേരിടുന്നവർ, കേസിലുള്ളവർ, റൂറലിൽ 108 പേർ, അങ്ങനെ തുടങ്ങി ഓരോ ജില്ലയിലുണ്ട്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് വരുമ്പോൾ 30 പേരേ ഉള്ളത്, റെയിൽവേയുടെ മാത്രം 10 പേരുണ്ട്. അങ്ങനെ തുടർച്ച അതിനൊരു ഈ 1023 പേർക്കെതിരെയുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പലപ്പോഴായി വന്നിട്ടുള്ളതിൽ 108 പേരാണ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ താങ്കൾ മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചിരുന്നു. ഈ നടപടി എടുക്കുന്നത്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥരാണല്ലോ. ടെർമിനേഷൻ ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അങ്ങനെ ഗവൺമെന്റാണ് 108 പേരെ പിരിച്ചുവിടുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമില്ല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ഡിസിപ്ലിനറി 1958 നിയമം ഉണ്ടല്ലോ, ആ നിയമപ്രകാരം ഇവർ ചെയ്യുന്നത് മുഴുവൻ ശരിയായി കൊള്ളണമെന്നില്ല.
ശരിയായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതിന് തെളിവാണ് അടുത്ത ദിവസം വന്ന സജിത്തിന്റെ കേസ്. വീഡിയോ പുറത്തു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാർ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു. അതൊരു ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ആണ് ആ കേസ് കടന്നു പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരോടാണ് കേസ് കടന്നു പോകുന്നത്. പക്ഷേ സംഗതി ജനങ്ങൾക്കിടയിൽ വിവാദമാവുന്നു എന്ന് കണ്ടപ്പോഴേക്ക് അനിവാര്യമായി രാഷ്ട്രീയ ഇടപെടൽ, ഗവൺമെന്റ് ഇടപെട്ടു. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഷൻ പുതുതായിട്ട് വരുന്നത്. അല്ല ശ്രീ ജയചന്ദ്രൻ, CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അടി വാങ്ങിയവർ എന്ത് ചെയ്യും ശ്രീ ജയചന്ദ്രൻ? അങ്ങനെയുള്ള ഒരുപാട് പേരില്ലേ? അല്ല, ഉണ്ട്. ഈ 1073 ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ബിലാൽ സമദ് അദ്ദേഹത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി നൽകി. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടു ആ അടിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന്. ഇപ്പോഴും കയറി ഇറങ്ങുകയാണ്. ഇടുക്കി SP ഓഫീസിൽ രണ്ട് തവണ പോയി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഇപ്പോഴും ആ അടിച്ചവൻ, ആ തെമ്മാടി പോലീസ്, അയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണെന്നേ. പിന്നെ എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ഇത് കയറൂരി വിട്ട പോലെയല്ലേ? ആഭ്യന്തര വകുപ്പിന് ഒരു കൺട്രോളും ഇല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ കൺട്രോൾ അതല്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷമായ ഉദാഹരണം നോക്കിക്കോളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. താങ്കൾ ഉന്നയിച്ച വിമർശനങ്ങളോട് എനിക്കും 100% യോജിപ്പാണ്. ഞാൻ വിയോജിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ നമ്മുടെ ഇവിടുത്തെ കേസ്, കുന്നംകുളം കേസില് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് സ്വമേധയാ കേസെടുക്കുകയാണ്. കേസെടുത്ത് ചാർജ് ചെയ്യുന്ന വകുപ്പുകളാണ് IPC 232, 233. ബെയർ ഹാൻഡിനാണ് മർദ്ദനം. അത് സ്വമേധയാ കേസെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് സുജിത്തിന്റെ കർണഗുണം അടിച്ച് തകർന്നു എന്നുള്ളത് മെഡിക്കൽ റെക്കോർഡ് സഹിതം അവിടെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത്? സുജിത്തിന്റെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് അയാൾ. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടി എന്താണ് ആ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ചെയ്തതെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ തന്നെ സ്വപ്രയത്നത്താലാണ് ഈ വീഡിയോകളും പുറത്ത് കിട്ടുന്നത്. അനിൽ. അപ്പൊ ഇനിയും ആ കേസ് തുടർന്ന് നടത്തണമെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഇയാൾ തന്നെ അവിടെ ഹാജരാക്കണം. ഈ മനുഷ്യൻ ദുർബലനായി പോയില്ലേ? എത്രത്തോളം സഹിക്കും? തറയോളം താന്നു, പിന്നെയും ചവിട്ടിത്താക്കുകയാണ്. കോടതി ചവിട്ടിത്താക്കുന്നല്ല ഞാൻ പറയുന്നത്. കൂടെ സഹായിക്കേണ്ടവര് സഹായിക്കാതിരിക്കുമ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തപ്പെടുകയാണല്ലോ. അങ്ങനെ വരുമ്പോ കേസിന് അതിന്റെ മേട്ടിൽ കർണപുടം അടിച്ച് തകർത്തു എന്നുള്ള കേസ് ബെയർ ഹാൻഡ്സിനാണ്, ആയുധങ്ങളില്ലാതെ. അതാണ് ആ വകുപ്പിന്റെ പ്രത്യേകത. ലാത്തിയുണ്ട്, അത് വലിയൊരു ആയുധമായിട്ട് കാണുന്നില്ലല്ലോ നിയമത്തിൽ. ചില ഘട്ടങ്ങളിലുണ്ട് ഗൗരിയമ്മയുടെ അല്ല, ലാത്തി ഉപയോഗിച്ച് കണ്ണ് അടിച്ച് പൊട്ടിക്കാം എന്നെവിടെയും പറഞ്ഞില്ലല്ലോ. ലാത്തി ഉപയോഗിച്ച് മുട്ടിന് താഴെ അടിക്കാൻ പാടുള്ളൂ എന്നുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. അല്ല, പോലീസ് റൂൾസില് ആ ബുക്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതാണോ പോലീസ് പാലിക്കുന്നതാ? അല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. പോലീസില് ഇപ്പൊ ഞാനൊരു ഈ ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനത് ഈ ഘട്ടത്തിലെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതായത് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ നടക്കുന്ന 2018 മാർച്ച് 30, പിറ്റേ ദിവസമാണ് ബൈ ഇലക്ഷൻ നടക്കേണ്ട ദിവസം. സഹിച്ചറിയാൻ ഇപ്പോഴത്തെ മന്ത്രിയാണ് മത്സരിക്കുന്നത് ബൈ ഇലക്ഷനിൽ, CPM-ന്റെ നേതാവായിട്ട്. അപ്പൊ ഇലക്ഷൻ തലേ ദിവസം ഒരു ചാനലിൽ നിന്നെ വിളിച്ചത് ചർച്ചയ്ക്ക്. ഉച്ചയ്ക്കാണ് വിളിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അന്ന് AICC ജനറൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്തു ഹൈക്കമാൻഡ്. ആ വിഷയം ചർച്ച ചെയ്യാനാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ എനിക്ക് കഴിയാവുന്നത്ര മെറ്റീരിയൽ കളക്ട് ചെയ്ത് ഞാൻ റെഡിയായിരുന്നു, തയ്യാറായിരിക്കുമ്പോൾ പിന്നെ അവരുടെ വാഹനം വരുന്നു, ഞാൻ കയറി പോയാൽ മതി. അപ്പോഴാണ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ വിളിക്കുന്നത്. ഒരു മാറ്റമുണ്ട്, ടോപ്പിക് ഒന്ന് മാറുകയാണ്, ഒരു പുതിയ വിഷയം വന്നിട്ടുണ്ട്. ഇതാണ് കെവിൻ കേസ്, കോട്ടയത്തെ ജലവിമാനക്കൊലയെന്ന് പിന്നീട് കുപ്രസിദ്ധമായത്. അപ്പൊ അതാണ് ചർച്ചയ്ക്ക്. അപ്പൊ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനിത് കളക്ട് ചെയ്യണം. എന്നാലും കഴിയുന്നത്ര ഞാൻ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ചർച്ച ഉന്നയിച്ചതും കേട്ടോ. കിട്ടിയ ഒരു സംഗതി, ഏറ്റുമാനൂർ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ചെന്നിട്ട് അയാളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. CPM-ന്റെ ഏരിയ സെക്രട്ടറി, ഭരണകക്ഷിയാണ്, അനുവദിച്ചില്ല. അവിടുത്തെ SI അത്ര. അപ്പൊ ഞാൻ പറഞ്ഞത്, പൊതുപ്രവർത്തകർക്ക് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഏത് പൊതുപ്രവർത്തകർക്കും ഉത്തരവാദിത്തോടെ നാട്ടുകാർക്ക് വേണ്ടി, പരാതിക്കാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനുള്ള അധികാരം ഇല്ലാത്ത നില പോലീസ് സ്റ്റേഷനിലുണ്ട്. അത് മാറണം.
Yes. ഇത് ജനങ്ങൾക്ക് പരാതി പറയാനുള്ള സ്ഥലമായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞതിന്റെ പേരിലൊന്നുമല്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ ഒരു മാറ്റം ഉണ്ടായത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുന്ന നിലയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ രാത്രിയോ പകലോ എന്നില്ലാതെ ഏതൊരാൾക്കും ധൈര്യമായി കയറി ചെന്ന് പരാതി പറയാനുള്ള ഇടം തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അത്തരം അത് പരിഗണിക്കേണ്ട ഉദ്യോഗസ്ഥരെ ആ നിലയ്ക്ക് തന്നെ സർക്കാർ കാണും എന്നുള്ള ആ ഒരു മാറ്റം പിന്നീട് ചെറുതായിട്ടാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്ക് ഈ രണ്ടാമത്തെ ടേം പിണറായിയുടെ വരുമ്പോഴേക്ക് പോലീസിന്റെ അധികാര കേന്ദ്രീകരണം കുറെ ശക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ അട്രോസിറ്റീസ് എപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനും, പ്രാദേശികമായ ഒരു രാഷ്ട്രീയ നേതാവിനും ഇടപെടാൻ കഴിയാത്ത വിധം പോലീസ് സ്റ്റേഷനുകൾ അവരവരുടെ ഒരു താവളങ്ങളായി മാറ്റുന്ന കുറെ പോലീസുകാരുണ്ട്. ഈ 1073 പേരിൽ അവരുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ആ ലിസ്റ്റ് പോലീസുകാരെ നിയന്ത്രിക്കാനുള്ള ആർജവം അത് ആഭ്യന്തര വകുപ്പിന് ഉണ്ടാകണം. നോക്കൂ ശ്രീ ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിന് ഇരയായ വ്യക്തിയാണ്. അദ്ദേഹം പോലീസ് മർദ്ദനം അനുഭവിച്ച ഒരാൾ ആണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കരുത്, രാഷ്ട്രീയം നോക്കരുത്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായതുകൊണ്ട് ചില ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ പിണറായി വിജയൻ പോലീസ് മർദ്ദനത്തിന് ഇരയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കേണ്ടതാണ്. പക്ഷേ പിണറായി വിജയൻ ഇതുവരെയായും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ശ്രീ രാജീവ് ചേരുന്നു. ശ്രീ രാജീവ്, ഏറ്റുമാനൂർ പോലീസിൻ്റെ SHO അൻസൽ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SHO അൻസിലും 4 പോലീസുകാരും ചേർന്ന് ഇടിച്ച് ഒരു പരുവത്തിലാക്കിയ അഭയുടെ അച്ഛനാണ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസമാണ് ഏറ്റുമാനൂർ ടൗണിൽ ഈ സംഭവം ഉണ്ടായത്. ഓവർടേക്ക് ചെയ്ത ഒരു ബസ് അതിനെ ചേസ് ചെയ്ത് ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചതിനാണ് പോലീസ് അവിടെ എത്തി വളരെ ക്രൂരമായി ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലിട്ട് ഈ ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലിച്ചതച്ചത്. മാത്രമല്ല അയാളുടെ മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അഭയുടെ അച്ഛൻ രാജീവ് ചേരുന്നു. രാജീവ്, എന്താണ് ഇപ്പോൾ ഈ കേസിൻ്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 6 മാസമാവും. ഈ 20-ാം തീയതി ആകുമ്പോൾ 6 മാസമാവും. ഞാൻ നമ്മുടെ കേരളത്തിലുള്ള അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം, ഗവർണർ, മുഖ്യമന്ത്രി, DGP എല്ലാവർക്കും, കോട്ടയം SP അടക്കം പരാതി കൊടുത്തിട്ടും നാളിതുവരെ ഒരു നടപടി ആയിട്ടില്ല. എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാവാത്തത്? ഇപ്പോൾ അൻസിൽ, ഈ SHO ഏറ്റുമാനൂർ SHO ഇപ്പോഴും അയാൾ തന്നെയാണോ? ഈ അൻസിൽ തന്നെയാണോ? അതെ. ആ SHO അൻസിൽ അത് തന്നെ. താങ്കൾക്കെതിരെ കൂടാതെ 1-2 പോലീസുകാർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയതായിട്ട് അറിഞ്ഞു. ഈ അൻസിലിനെയാണ് കോട്ടയം ജില്ലാ പോലീസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാക്കി ഇപ്പൊ നിയമിച്ചിരിക്കുന്നത്. അതായത് പാർട്ടി ആഭിമുഖ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അയാൾ, അൻസിൽ. ഉറപ്പായിട്ടും സാർ. അല്ലേ? അത് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായി ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം. മോഹൻ വണ്ടിയെ ചേസ് ചെയ്ത് പോയതല്ല, ഏറ്റുമാനൂർ സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിരുന്നു സംഭവം. ഈ വണ്ടി ഇടിക്കാൻ വന്ന മോഹൻ ബൈക്ക് വെട്ടിച്ചത് കൊണ്ട് മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ്. ഇല്ലെങ്കിൽ അവൻ ആ വണ്ടിയുടെ അടിയിൽ പോയി ആളും മരിക്കേണ്ടതാണ്. അങ്ങനെ അതിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ചെന്ന് ഡ്രൈവറോട് ചോദിച്ചു എന്ന കുറ്റം മാത്രമേ എന്റെ മകൻ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ആ CCTV ഫുട്ടേജ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ ആവശ്യം അന്നും ഇന്നും ഇത് മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഞങ്ങൾ കോട്ടയം SP ഷാഹുൽ ഹമീദിന്റെ ഓഫീസിൽ ചെന്നു, ഞാനും ഭാര്യയുമായിട്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞത്, സാർ ഈ CCTV ഫുട്ടേജ് ഒന്ന് പരിശോധിക്കൂ, എന്നിട്ട് എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് പോലീസുകാരെ തല്ലി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബസ് ഡ്രൈവറെ ഉപദ്രവിച്ചു, പോലീസ് ചെന്ന് അവനെ പിടിക്കാൻ ചെന്നപ്പോൾ പോലീസിനെ CI മർദ്ദിച്ചു. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ ആ CCTV പരിശോധിക്കുക, എന്നിട്ട് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തക്കതായ ശിക്ഷ കൊടുത്തു. പക്ഷെ അത് കാണണം, ഞങ്ങളും കൂടി ഇരുന്ന്, സാറും ഞങ്ങളും കൂടി ഇരുന്ന് കാണാം. കാരണം എനിക്കറിയാം അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളത്.
എന്നിട്ട് ഈ 120-ാം ദിവസമാണ് എനിക്ക് ഈ CCTV ഫുട്ടേജ് കിട്ടുന്നത്. CIക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. 30-ാം ദിവസം എനിക്ക് CI ഇത് തരാൻ നിർവാഹമില്ലെന്നുമാണ് എനിക്ക് തന്നത്. കെൽട്രോണാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ DYSP KG അനീഷിന് ഞാൻ അപ്പീൽ കൊടുത്തു വിവരാവകാശ നിയമപ്രകാരം. അദ്ദേഹം പറഞ്ഞത് ഈ CCTV ഫുട്ടേജിന് 30 ദിവസം മാത്രമേ ബാക്കപ്പ് ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ തന്നില്ല. അവസാനം SP-ക്ക് പരാതി കൊടുത്ത് DCRB DYSP ആണ് ഇത് ആദ്യം അന്വേഷണം നടത്തിയത്. അപ്പൊ DCRB DYSP അന്വേഷണ റിപ്പോർട്ടില് ബസ് സ്റ്റാൻഡിലെയും അതുപോലെ പോലീസ് സ്റ്റേഷനിലെയും CCTV പരിശോധിച്ചതിൽ എന്റെ മകനെ പോലീസുകാർ തല്ലുന്നതായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അത് കോട്ട് ചെയ്തുകൊണ്ട് SP-ക്ക് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. DCRB-യുടെ ഇത്ര നമ്പർ റിപ്പോർട്ടിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലെ CCTV പരിശോധിച്ചായി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന്റെ പകർപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് തരാതിരിക്കാൻ നിർവാഹമില്ലാതായി. അങ്ങനെയാണ് എനിക്ക് 120-ാം ദിവസം ഈ CCTV ഫുട്ടേജ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഈ കേസ് ഇവര് തേച്ചു മാറ്റി കളഞ്ഞാണ്. അല്ല, ഈ മകനെതിരെ എന്തിനാണ് കാപ്പ ചുമത്തിയത്? സാറെ, കാപ്പ ചുമത്താനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സംഭവം ബസ് സ്റ്റാൻഡിലെ സംഭവത്തിന് ശേഷം ഞാൻ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെല്ലുന്നു. സാർ, എന്തിനാണ് അവനെ ഇത്രയും മർദ്ദിച്ചത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഇത് ചോദിക്കാൻ ചെന്ന് എന്നെ ഇവർ വളഞ്ഞു വെച്ച് റിമാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവിടുന്ന് എന്റെ ജ്യേഷ്ഠൻ റിട്ടയർഡ് DYSP ആണ്, ചേട്ടനും കൂടി വന്ന് അവിടുന്ന് ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവന്നിട്ട് മോനോട് പരാതിയില്ല എന്ന് അവർ നിർബന്ധിച്ച് എഴുതി മേടിച്ചു. താങ്കളുടെ മകൻ മയക്കുമരുന്ന് അടിമയാണ്, മാത്രമല്ല സാമൂഹ്യദ്രോഹിയാണ്. മാധ്യമങ്ങളോട് പോലും ഈ കഥയാണ് പ്രചരിപ്പിച്ചത് കേട്ടോ. താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പല മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തില്ല എന്ന്. മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് സംഭവിച്ചത് സാർ. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും സമീപിച്ചതാണ്. പക്ഷെ ഈ DYSP അടക്കം പത്രങ്ങൾക്കും ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്റെ മകൻ സാമൂഹ്യദ്രോഹിയാണ്, അതുപോലെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇവന് ഡിപ്രഷൻ ട്രീറ്റ്മെന്റ് ഉള്ള വ്യക്തിയാണ് മോൻ, 25 വയസ്സുണ്ട്, അല്ലാതെ വേറെ യാതൊരു ഇതും ഇല്ലാത്തതാണ്. എന്നിട്ട് പറഞ്ഞത് ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അതുപോലെ തന്നെ സാമൂഹ്യദ്രോഹി. ഞങ്ങൾ ശരിക്കും വൈക്കംകാരാണ്. ഞങ്ങൾ ഏറ്റുമാനൂർ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമേ ഉള്ളൂ. ഈ ചുറ്റുവട്ടത്തില് ഏറ്റുമാനത്തെ നമ്പർ 1 റൗഡി എന്നാണ് നമ്മുടെ കോട്ടയം SP ഷാഹുൽ ഹമീദ് DIGക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യനെ എത്ര തെറ്റുകാരനായിക്കോട്ടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലും ഞങ്ങളെ കരിവാരിത്തേക്കുകയും അതുപോലെ ഈ പറഞ്ഞ ഡിപ്രഷനുള്ള എന്റെ മകനെ ഡ്രഗ് അഡിക്റ്റ് ആക്കി അവന് കോളേജിലെ 2 കേസിൽ അവൻ പ്രതിയായിരുന്നു. പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ SFIയുടെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി അംഗവും അന്ന് ഉണ്ടായ കലാലയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട 2 കേസാണ്. ആ ഒരു കേസിൽ എന്റെ മകൻ ശരിക്കും സംഭവ സ്ഥലത്ത് പോലും ഇല്ല. പിന്നെ ഉള്ള ഒരൊറ്റ കേസിൽ 6 പേര് ഇവനെ മർദ്ദിച്ചതിന്റെ ഒരു വിഷയമാണ്. ആ പരാതിയിൽ ഞങ്ങൾക്ക് കൗണ്ടർ കേസ് ഉള്ളതാണ്. ഈ കൗണ്ടർ കേസ് മറച്ചു വെച്ചിട്ടാണ് ഏറ്റുമാനൂർ പോലീസും DYSP അതുപോലെ തന്നെ SP അടക്കം ഈ കൗണ്ടർ കേസ് മറച്ചു വെച്ചിട്ട് 3 കേസ് ഉണ്ടെന്ന് കാണിച്ച് ഇവനെ കാപ്പയുമുത്തി. അതും DIG ആണ് കാപ്പയുമുത്തിയത്. ഞങ്ങൾ അവിടെ പരാതി കൊടുക്കുകയും അപ്പീൽ പോവുകയും കാപ്പ അഡ്വൈസറി ബോർഡ് ഈ 3 കേസും തള്ളിക്കളയുകയും അതുപോലെ തന്നെ ഏറ്റുമാനൂർ പോലീസിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ഉള്ള കൗണ്ടർ കേസ് കാണിക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ ഇങ്ങോട്ട് വിട്ടു എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ SIയോട് തട്ടിക്കയറുകയാണ് അവിടുത്തെ ചെയർമാൻ ചെയ്തത്. ബഹുമാനപ്പെട്ട ചെയർമാൻ ശരിക്കും ഈ പറഞ്ഞ ഏറ്റുമാനൂർ പോലീസിനെ നല്ല രീതിയിൽ അന്ന് ഇതായിട്ട് സംസാരിച്ചു. ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ മകൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. രാജീവ്, ഇപ്പൊ മകന്റെ അവസ്ഥ എന്താ ഇപ്പോ? സാർ, മോനെ ആ ഡിപ്രഷനാണ്. കാരണം ഡിപ്രഷനിൽ അവനൊരു 80% നല്ല ഒരു റിക്കവറി ചെയ്ത് വന്നതാണ് ട്രീറ്റ്മെന്റിൽ. പക്ഷെ ഈ ഒരു സംഭവത്തിൽ കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് സാർ. കാരണം ഈ വണ്ടിയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാ എന്റെ മകൻ. അവൻ ഈ ഡ്രൈവറോട് ചോദിക്കുന്നല്ലാതെ ഒരു ചീത്ത പോലും അവന് ഈ ഡ്രൈവർ വിളിച്ചില്ല. അത് തൊട്ടടുത്തുള്ള ഒരു കടക്കാരൻ അവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ മകനെയാണ് ഇവര് കൊണ്ടുപോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക്, അതായത് മീഡിയേഷൻ സെന്ററിലേക്ക് അവനെ കൊണ്ടുപോയത്. അപ്പോഴും മോൻ പറയുന്നുണ്ട്, സാറേ ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല,
ആ ഡ്രൈവറോടൊന്ന് ചോദിക്കുക. ആ ഡ്രൈവറാണ്, ഞാൻ വണ്ടിയടി പോകണ്ട സാർ. ഈ സമയത്ത് എന്റെ കോള് ചെന്നപ്പോ ഈ മോൻ CID ചോദിച്ച ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ സാറേ പപ്പ വിളിക്കുന്നുണ്ട് സാറേ, ഫോണൊന്ന് ഞാൻ എടുത്തോട്ടെ എന്നാ ചോദിച്ചത്. അതിനാണ് ആ CI പുറത്തുകൂടി വന്നിട്ട് അവന്റെ കയ്യിരുന്ന മൊബൈല് മേടിച്ച് നിലത്തടിച്ച് പൊട്ടിക്കുന്നത്. ഇത് കൂടാതെ ഈ പറഞ്ഞ പോലീസുകാര് മോനെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറുടെ മൊഴി എഴുതി. അതായത് ഡോക്ടർ പറയുന്നു, പോലീസുകാർ മൊഴി എഴുതുന്നു, ഡോക്ടർ പറയാത്ത കാര്യം കൂടി എഴുതിയിട്ട് 2 പേജിൽ മൊഴി എടുത്തിട്ട് 2ാമത്തെ പേജിൽ ഡോക്ടർ ഒപ്പിട്ടതിന്റെ മുകളിൽ ഒരു 4 വരി എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഡോക്ടർ തിരക്കുള്ളതുകൊണ്ട് അവർ ശ്രദ്ധിച്ച് കാണിയല്ല. പക്ഷെ ആ ഇതില് ഇവര് മകൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ആശുപത്രി അടിച്ചു തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇവൻ ഇപ്പോ ഏറ്റുമാനൂർ പോയി ഡ്രൈവറെ കൊല്ലണമെന്നാണ് പറയണമെന്ന് ഈ പോലീസുകാർ എഴുതി ചേർത്തു. കാരണം ആന്റിസിപ്പേറ്ററി ബെയിലിന് പോയത് ആ ബെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാർ ചെയ്ത പണിയാണ്. എന്നിട്ട് അത് ആ റിപ്പോർട്ടാണ് അവര് ഹൈക്കോടതി കൊടുത്തത്. ഇതറിഞ്ഞ് ഞങ്ങള് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അപ്പം തന്നെ ഞങ്ങളെ വിളിപ്പിച്ചു. ഡോക്ടർ എന്നിട്ട് നോട്ടറൈസ് ചെയ്ത് തന്നു അഫിഡവിറ്റ്, അവരുടെ മൊഴി തിരുത്തി. ഇതെല്ലാം ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാത്തിന്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങൾ സമീപിച്ച ചാനലുകളെല്ലാം, പത്രങ്ങളെല്ലാം അവരെ തെറ്റു പറഞ്ഞൊരു കാര്യമില്ല. കാരണം DYSP SP അടക്കം പത്രസമ്മേളനം വരെ വിളിച്ച് ചെയ്തതാണ്. എന്റെ മകൻ ഗുണ്ടയാണ്, ഈ ഏറ്റുമാനൂരെയും ആ ഭാഗങ്ങളിലെ ഏറ്റവും വലിയ ഗുണ്ടയാണെന്നാണ് പറയുന്നത്. യെസ് രാജീവ്, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഈ വിഷയവും ഞങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാം. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് മറ്റൊരു പോലീസ് ക്രിമിനൽ കൂടി. ഏറ്റുമാനൂർ SHO അൻസിലും 4 പോലീസുകാരുമാണ് ശ്രീ രാജീവിൻ്റെ മകൻ അഭയയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ലാത്തി കൊണ്ട് പുറം മുഴുവൻ അടിച്ച് പൊട്ടിച്ചത് മാത്രമല്ല, നിരവധി കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്തു. പ്രിൻറ്റു, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. പ്രിൻറ്റു, ഇങ്ങനെ അച്ഛന്മാർക്ക് ഇങ്ങനെ പരാതി പറയാനുണ്ട്, അമ്മമാർക്ക് പരാതി പറയാനുണ്ട്. നോക്കൂ, അവരുടെ വിഷമം, വേദന ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തീരുന്നില്ല. മാത്രമല്ല ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയമായിട്ടുള്ള പരാജയം. ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കേണ്ടത്. കാരണം ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത്. പക്ഷേ മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. ഇതിൽ നിന്നൊക്കെ എന്താണ് വായിച്ചെടുക്കേണ്ടത്? പ്രിന്റു, പെട്ടെന്ന് മറുപടി പറയുക. തീർച്ചയായും ആയിരക്കണക്കിന് യുവാക്കളാണ് ഇതുപോലെ അംഗവൈകല്യം, പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ കേട്ടുകൊണ്ട് അംഗവൈകല്യം നേരിട്ടുകൊണ്ട് ഈ കേരളത്തിലെ പല വീടുകളും ജീവച്ഛവമായിട്ട് നിൽക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹമാണ് അപ്രഖ്യാപിതമായിട്ടുള്ള DGP ചമഞ്ഞുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞു, ഈ കേരളത്തിൽ 1060 പേരെ ക്രിമിനലുകളെ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു 101 പേരെ പിരിച്ചുവിട്ടെന്നാണ്. ഞാൻ ആധികാരികമായിട്ട് കണക്ക് പരിശോധിച്ചോ 18 പേരെ മാത്രമാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം 691 പേരെ പിരിച്ചുവിടാൻ വേണ്ടി, അതായത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള 691 പേരെ പിരിച്ചുവിടണമെന്ന് കൃത്യമായിട്ടുള്ള ശുപാർശയുണ്ടായിട്ടും അവർക്കെതിരെ ചെറു വിരൽ അനക്കാൻ പോലും ഈ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ നോക്കി, ഇവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് മാമുക്കോയ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു ലീഗുകാരനാണ്. അദ്ദേഹത്തിനെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോൾ തിരുവനന്തപുരത്തെ SP സുദർശൻ. ഈ സുദർശൻ തന്നെ ഒരു 7 വർഷങ്ങൾക്കപ്പുറത്ത് വളരെ മൃഗീയമായിട്ട് ABVPയുടെ 2 പ്രവർത്തകന്മാരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനകത്തിട്ട് വളരെ മൃഗീയമായിട്ട് അദ്ദേഹം മർദ്ദിച്ചു. അതിന്റെ പേരിൽ ഇന്നും ഭയങ്കര ശാരീരിക ആവശ്യകത നേരിടുന്ന വ്യക്തികളുണ്ട്. അതിലൊരു വ്യക്തി ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള K. ഷിജിലാണ്, മറ്റൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സജിത്താണ്. ഇവർ 2 പേരും നിയമപോരാട്ടം ഈ സുദർശനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നും സുദർശനെതിരെ ഇയാൾ കൊടും ക്രിമിനലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറു വിരലനക്കാൻ പോലും സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. പണ്ടൊക്കെ CPM ഗുണ്ടകൾ കൊണ്ടാണ് കാര്യങ്ങൾ നേടുന്നതെങ്കിൽ ഇവർ പോലീസിലെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് നോക്കുക, ഇവരുടെ ഈ പോലീസിന്റെ ശൂര്യതയൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ ശബരിമല പ്രക്ഷോഭ സമയത്ത് എത്രമാത്രം ഹീനമായിട്ടാണെന്ന് അയ്യപ്പ ഭക്തരോട് ഈ പോലീസ് സംവിധാനങ്ങൾ പെരുമാറിയിട്ടുള്ളത് നമ്മളന്ന് കണ്ടതാണ്. ഈ പോലീസ് എത്രത്തോളമാണ് അന്ന് പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി എത്ര മൃഗീയമായിട്ടാണ് പോരാടിയത്. രണ്ടാമത് ഈ ഗവർണർക്കെതിരെ SFIക്കാരുടെ സമരം നടന്നു. അന്ന് ഗവർണറെ തെരുവിലേക്ക് SFIക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഇവരുടെ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കായിരുന്നു. ഈ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ
വിവിധ പാർട്ടികൾ നടക്കുന്ന സമയത്ത്, അത് മുഖ്യമന്ത്രിക്കെതിരെയാകുന്ന സമയത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, IAS കാരൻ IPS കാരൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കോൺസ്റ്റബിൾ വരെയുള്ള ആളുകൾ 25% ക്രിമിനൽ വൽക്കരിച്ചു കഴിഞ്ഞു കേരളത്തിൽ. അവരിൽ നിന്ന് പൊതുസമൂഹത്തിൽ യാതൊരു വിധത്തിലും നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെയാണ് ഈ ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിനു കിരിയത്ത, തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഉരുട്ടിക്കൊന്ന ഉദയകുമാർ അല്ലെ, ഉദയകുമാറിനെ കൊന്ന പോലീസുകാരെല്ലാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഊരിപ്പോയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിരവധി ആരോപണങ്ങൾ, കേസുകളൊക്കെ വരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നു. അതിൻ്റെ ഹുങ്ക് തന്നെയല്ലേ അവർക്ക് കാണിക്കുന്നത്. എത്ര അടിച്ചാലും, എത്ര തല്ലിയാലും, കണ്ണടിച്ച് പൊട്ടിച്ചാലും, പുറമടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ നമ്മുടെ രാഷ്ട്രീയ പ്രഭുക്കന്മാർ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ ക്രൂരകൃത്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വിനുകരിയത് പെട്ടെന്ന് ഉദയകുമാറിൻ്റെ അമ്മ പറഞ്ഞത് എന്നെയും കൂടെ കൊന്നുകൂടെ എന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു ഈ വിഷ്വൽസ് വന്നതോടുകൂടി ആഭ്യന്തര വകുപ്പിൻ്റെ ഇമേജിനെ ചെറുതായിട്ട് ബാധിച്ചു എന്ന്. ഇന്നൊരൊറ്റ രാത്രി മാത്രം മതി ആ ഇമേജ് മാറ്റിയെടുക്കാൻ. ഇത്രയും പേരെ സർവീസിൽ നിന്ന് പുറത്ത് ആക്കി കഴിഞ്ഞാൽ ഇമേജ് തീർച്ചയായിട്ടും ജനങ്ങൾ കൈയടിക്കും ഇല്ലേ. ഇവിടെ ഒരു കാര്യമുണ്ട്, കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞല്ലോ VD സതീശൻ പോയി സദ്യ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ അഴകിയ രാവണനിലെ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ കല്യാണം അവിടെ പാല് കാച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് കാണിക്കാതെ നിങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടി അവസാനം വരെ നിൽക്കണം. 2 ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ചാനലിൽ തന്നെ വന്നു. ഒരാൾക്ക് ഇനി ആജീവനാന്തം കാണാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ആജീവനാന്തം കാഴ്ചശക്തി ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയില്ലേ? തീർച്ചയായിട്ടും ഇതിന് അതിശക്തമായിട്ട് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി എടുക്കുന്നത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായി. കാരണം ജനം അത്രയും രോക്ഷം കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ജയചന്ദ്രനെ പോലെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത് അവനവൻ്റെ ആൾക്കാർക്ക് വരുമ്പോഴേ ഇതിൻ്റെ വേദന അറിയുള്ളൂ അല്ലേ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയിലിൽ കിടന്നതും അടികൊണ്ടതും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കുന്നു തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എന്തായാലും മധുബാബു ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് ആസൂത്രിതമാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പരാതികളിൽ അന്വേഷണം നടത്തുന്നത് പോലീസുകാർ തന്നെയാണ്. കാക്കിയിട്ട വർഗത്തിൻ്റെ കൂട്ടായ്മയിലും സൗഹൃദത്തിലും പെട്ട അന്വേഷണത്തിൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു വഴിക്ക് പരാതിക്കാരെ വിരട്ടും, കൂടുതൽ കേസുകളിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തും. അന്വേഷണത്തിൽ അതിക്രമം സ്ഥിരീകരിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്താലും രാഷ്ട്രീയ സ്വാധീനത്താൽ അത് അട്ടിമറിക്കപ്പെടും. ഇപ്പോഴും ആഭ്യന്തര വകുപ്പാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, സേനയിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് വേണ്ടത്. എന്തായാലും നീതിക്കായുള്ള പോരാട്ടത്തിൽ ജനൻ TV യും ഉണ്ട്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും